നമസ്കാരം. ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് 18 പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. വീക്കെൻഡാണ്, ശനിയാഴ്ചയാണ്. ഇനിയിപ്പോ ആഘോഷത്തിന്റെയും വിശ്രമത്തിന്റെയും വിനോദത്തിന്റെയും ഒക്കെ 2 ദിവസങ്ങളാണ്. പക്ഷേ വാർത്താ ദിനം ഇന്നും സമ്പുഷ്ടമാണ്. ഒട്ടേറെ വാർത്തകൾ വരാനുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്. അതെ അതെ, ബഫർ സോൺ സംബന്ധിച്ച ആശങ്ക അവസാനിക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, കുറച്ചധികം നാളുകളായി നമ്മൾ സാധാരണക്കാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ബഫർ സോൺ പരിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. അതിൽ എന്തായാലും അനവധി പരാതികൾ ഉയർന്നിരുന്നു. പരാതി സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഇന്ന് 5 മണി വരെയാണ്. അപ്പോൾ അതിനു മുമ്പായി എല്ലാവരും പരാതി സമർപ്പിക്കുക. എന്തായാലും ഇതിനോടകം 1,00,000-ലധികം പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ 17,000 പരാതികൾ മാത്രമേ തീർപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ സർക്കാരിന്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. പിന്നീട് ഒട്ടനവധി വാർത്തകൾ വരാനുണ്ട്. കലോത്സവ വേദിയിൽ നിന്നുള്ള വിശേഷങ്ങൾ. അതെ, പോരാട്ടമാണ് അല്ലെ, ഇഞ്ചോടിഞ്ച് ജീവൻ മരണ പോരാട്ടം. അതായത് ഓരോ നിമിഷവും ഇങ്ങനെ ലീഡ് നില മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക. കണ്ണൂരാണോ കോഴിക്കോടാണോ കപ്പടിക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം അറിയാം ആരാണ്. ഒരു അത്ലറ്റിക് മത്സരം പോലെയോ, ഒരു വളരെ ക്ലോസ് ആയി പോരാട്ടം നടന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിംഗ് പോലെയൊക്കെ തീർച്ചയായും അത്തരത്തിൽ അതിന്റെ എല്ലാ നിമിഷങ്ങളും ആവേശവും പകർന്നു നൽകാൻ വലിയൊരു ടീമിനെ തന്നെ കോഴിക്കോട് സജ്ജമാക്കിയിട്ടുണ്ട്. പിന്നെയുള്ളത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത. ഇന്നലെ ന്യൂസ് 18 കേരളം പുറത്തുവിട്ട എക്സ്ക്ലൂസീവാണ്. ഡാൻ കൊറിയൻ അന്തരിച്ച നയന സൂര്യന്റെ മരണവുമായി ബന്ധപ്പെട്ട് നയന സൂര്യന്റെ സുഹൃത്ത് വളരെ നിർണായകമായ ഒരുപാട് കാര്യങ്ങൾ ന്യൂസ് 18 പ്രേക്ഷകർക്കായി വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പൊളിച്ചെടുക്കുന്ന ഒട്ടേറെ വാദങ്ങളും ആ ഇന്റർവ്യൂവിലുണ്ട്. ആ വിശേഷങ്ങളുമായി ഡാൻ ചേരും. പിന്നെ അതോടൊപ്പം പാലക്കാടും വയനാടും ഭീതി പരത്തിക്കൊണ്ടിരിക്കുന്ന കാട്ടാനകൾ, അവരെ പിടിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ഊർജിതമായി നടക്കുന്നുണ്ട്. ശ്രമം മാത്രം ഊർജിതമായി നടക്കുന്നു. കാട്ടിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ആന നാട്ടിലിറങ്ങിയിരിക്കുകയാണ്. അപ്പൊ നാട്ടിലുള്ളവർക്ക് രക്ഷയില്ല. വനം വകുപ്പ് എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം ഉയർന്നു കഴിഞ്ഞു. കായിക രംഗത്ത് നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു നിർണായക ദിനം, അഥവാ 2020-ലെ യുവനിരയ്ക്ക് ഇന്ന് പരീക്ഷണത്തിന്റെ ദിനമാണ്. ആദ്യ മത്സരം കഷ്ടിച്ചു ജയിച്ച ഇന്ത്യൻ ടീം 2ാം മത്സരത്തിൽ തോറ്റു. അക്ഷർ പട്ടേലിന്റെ മികവാർന്ന ഓൾറൗണ്ട് പ്രകടനം ഉണ്ടായിരുന്നു എങ്കിലും 16 റൺസ് അകലെ ആ ചേസ് അവസാനിച്ചു. ഇന്ന് 3ാം മത്സരം, അത് ഫൈനൽ എന്ന് തന്നെ പറയാവുന്നതാണ്. ഏറെക്കാലത്തേക്ക്, ഇനി അടുത്ത കുറെ കാലത്തേക്ക് വളരെ ചുരുക്കം 2020 മാച്ചുകൾ മാത്രമാണ് ഇന്ത്യക്ക് കളിക്കാനുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് നിർണായകവും ആകുന്നു. എന്തായാലും വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും കടക്കാം. എല്ലാ ഭാഗത്തു നിന്നും നമ്മുടെ റിപ്പോർട്ടർമാരും തത്സമയം സജ്ജരായിട്ടുണ്ട്. അതിനുമുമ്പ് നമുക്ക് വളരെ പെട്ടെന്ന് ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ നോക്കി വരാം. പ്രഭാത കേരളം തുടരുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ബഫർ സോൺ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കാരണം അതിലേക്ക് മടങ്ങി വരാം. നമുക്കിപ്പോ തൽക്കാലം ഇന്നലത്തെ നമ്മുടെ എക്സ്ക്ലൂസീവിലേക്ക് കടക്കേണ്ടതുണ്ട്. നയന സൂര്യന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവാദങ്ങൾ പെട്ടെന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. കാരണം നയന സൂര്യന്റെ സുഹൃത്തുക്കളും കുടുംബവും പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ആദ്യം നടന്ന അന്വേഷണം ഷാം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരുപക്ഷെ സിനിമാ കഥകളിലൊക്കെ അല്ലെങ്കിൽ സിനിമയിലൊക്കെ അന്വേഷണം അട്ടിമറിക്കുന്ന മാതൃകയിലായിരുന്നു എന്നും അന്നത്തെ അന്വേഷണ സംഘം പല സുപ്രധാന തെളിവുകളും പരിശോധിച്ചില്ല എന്ന് മാത്രമല്ല രാസപരിശോധന, ഫിംഗർ പ്രിന്റ് പരിശോധന ഇതൊന്നും നടന്നില്ല എന്നും ഒക്കെയുള്ള വാദങ്ങൾ, ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഒപ്പം തന്നെ വളരെ വിചിത്രമായ ഒരു വാദം പോലീസ് ഉന്നയിച്ചിരുന്നു.
സ്വന്തമായി പരിക്കേൽപ്പിക്കുന്ന ശീലം നയനയ്ക്കുണ്ടായിരുന്നു എന്ന്. എന്തായാലും യുവ സംവിധായികയും പ്രശസ്ത സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ അസോസിയേറ്റുമായിരുന്ന നയന സൂര്യന്റെ മരണം സംബന്ധിച്ച പുനരന്വേഷണത്തിന് സർക്കാർ മുതിരുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിക്കുന്നു. ഇതിനിടയിലാണ് ന്യൂസ് 18 കേരളം ഒരു സുപ്രധാന എക്സ്ക്ലൂസീവ് ഇന്നലെ വൈകിട്ട് പുറത്തുവിട്ടത്. അതിന്റെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ നമ്മോടൊപ്പം തന്നെയുണ്ട്. ഡാൻ, ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം എന്ന് പറയുന്നത് പോലീസ് അടിസ്ഥാനമായി ഉന്നയിച്ച വാദങ്ങളെല്ലാം പൊളിക്കുന്ന ഒരു വാദം അല്ലെങ്കിൽ ഇന്റർവ്യൂ ആണ് ഡാനിന് ലഭിച്ചത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് കടക്കാമോ ഡാൻ? പ്രദീപ്, ഈ നയന സൂര്യന്റെ കൊലപാതകവുമായി അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട് ഏറെ അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിലാണ് നയന സൂര്യനൊപ്പം താമസിച്ചിരുന്ന 2 സുഹൃത്തുക്കളെ കുറിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചത്. അതിനിടയിൽ പ്രത്യേക അന്വേഷണ സംഘം തന്നെ അതിലൊരാളുമായി കഴിഞ്ഞ ദിവസം വിശദമായി അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുകയും അവരിൽ നിന്ന് മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ആ മൊഴി കൊടുത്ത നഗരത്തിലെ ഒരു സ്വകാര്യ കോളേജിലെ അധ്യാപികയായിട്ടുള്ള യുവതി ഇന്നലെ ന്യൂസ് 18ലൂടെ കേരളം ഞെട്ടുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത്. അതിന്റെ ഒരു രത്ന ചുരുക്കം, അതായത് ഈ നയന സൂര്യൻ ശരീരത്തിൽ സ്വയം പീഡ ഏൽപ്പിച്ചുകൊണ്ട് സംതൃപ്തി കണ്ടെത്തുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയിലായിരുന്നു എന്ന തരത്തിലുള്ള ഒരു കണ്ടെത്തലായിരുന്നു ആദ്യം ഈ കേസിന്റെ അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് അവർ തയ്യാറാക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് മറ്റു തരത്തിലുള്ള അസ്വാഭാവികതകളിലേക്കൊന്നും അതിന്റെ അന്വേഷണമെന്ന് നീളാതിരുന്നത്. അതായത് പ്രാഥമികമായി ഇത്തരത്തിൽ ഒരു അസ്വാഭാവിക മരണമുണ്ടായാൽ പ്രാഥമികമായി സ്വീകരിക്കേണ്ട ചില നടപടികൾ, അതായത് ആർക്കും അറിയാവുന്ന ചില കാര്യങ്ങൾ, വിരലടയാളം ശേഖരിക്കുക, അല്ലെങ്കിൽ ആ വസ്ത്രങ്ങൾ ശാസ്ത്രീയമായ പരിശോധനകൾ അയക്കുക, പിന്നെ ആ മുറിക്കുള്ളിൽ നിന്ന് വിരലടയാളം ശേഖരിക്കുക, ഇങ്ങനെ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യുന്നതിൽ അന്ന് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയിരുന്ന പ്രത്യേക സംഘത്തിന് വീഴ്ച സംഭവിച്ചിരുന്നു. അതിന് പക്ഷേ കൊടുക്കേണ്ടി വരുന്ന വില ഒരാളുടെ ജീവന്റെ വിലയാണ്. കാരണം അന്ന് അതുമായി ബന്ധപ്പെട്ട ആ വിശദമായ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ ദുരൂഹതകളും അവ്യക്തതകളും കൃത്യമായി തന്നെ മറന്നീക്കി പുറത്തു വരുമായിരുന്നു. നിലവിൽ ഈ കേസിന്റെ അന്വേഷണം നയിക്കുന്ന സംഘം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയും അതുതന്നെയാണ്. ആ ആശങ്ക തന്നെയാണ് നയന സൂര്യന്റെ ഒപ്പം താമസിക്കുന്ന സുഹൃത്ത് പങ്കുവച്ചത്. ഒരിക്കൽ പോലും സ്വന്തം ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ നയനയെ താൻ കണ്ടിട്ടില്ല. ആ മൊഴി താൻ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. അത് കെട്ടിച്ചമച്ച് ആരെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുമ്പോൾ തങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് ആ യുവതി ഇന്നലെ ആ ന്യൂസ് 18നോട് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആകെ 2 സുഹൃത്തുക്കളെ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ മൊഴിയെടുക്കാൻ വിളിച്ചിട്ടുള്ളത് എന്നാണ് ഓഫ് റെക്കോർഡിൽ എന്നോട് ആ യുവതി പറഞ്ഞത്. അതായത് നയനയ്ക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നയനയുടെ ബാങ്ക് ഇടപാടുകൾ അടക്കം അറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നയനയ്ക്കുണ്ട്. ആ സുഹൃത്തുക്കളിലേക്ക് ആരിലേക്കും ഇതിനോടകം ഈ അന്വേഷണം നീണ്ടിരുന്നില്ല, അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഗുരുതരമായ പിഴവുകളാണ് ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന വെളിപ്പെടുത്തലുമായിട്ടാണ് യുവതി ഇന്നലെ ന്യൂസ് 18ലൂടെ ആ പ്രേക്ഷകരോട് സംബന്ധിച്ചത്. പ്രദീപ്, എന്തായാലും ആ ഇന്റർവ്യൂവിന്റെ വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് കാണാം. അതെ, ആ വിശദാംശങ്ങൾ എടുക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ കേസ് അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ എന്തായാലും ആദ്യം അന്വേഷിച്ച പോലീസ് സംഘത്തിന് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വീഴ്ചകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് അവർ അക്കമിട്ട് നിരത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിലത്തെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു ഡാൻ? നിലവിലുള്ള അന്വേഷണം ആര്യ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവര് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം ഈ കേസിന്റെ അന്വേഷണം ഊർജിതമാക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി അവര് ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം, അന്ന് മുറിയിലേക്ക് ആദ്യം എത്തി, അതായത് നയന സൂര്യൻ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഓടിയെത്തി മുറി തള്ളി തുറന്ന നയന സൂര്യന്റെ അടുത്ത സുഹൃത്തുക്കളെ അടക്കം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന, വിശദമായി അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്ന നടപടിയിലേക്കായിരിക്കും ക്രൈംബ്രാഞ്ച് സംഘം ആദ്യം കടക്കുക. ഇനി ഈ കേസിൽ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിന് ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുമ്പിൽ അവശേഷിക്കുന്നത് 2 സാധ്യതകളാണ്. അത് നയന സൂര്യൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണും ഒപ്പം തന്നെ നയന സൂര്യന്റെ ലാപ്ടോപ്പും. ഈ 2 കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചുകൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കാമെന്ന ഒരു ഏക പോംവഴി മാത്രമേ
അന്വേഷണ സംഘത്തിന് മുമ്പിൽ അവശേഷിക്കുന്നുള്ളൂ. മറ്റ് തരത്തിലുള്ള യാതൊരു ശാസ്ത്രീയ തെളിവുകളും ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിക്കില്ല. കാരണം ആ മുറിയിൽ, ആ വീട്ടിൽ മറ്റാളുകളാണ് ഇപ്പോൾ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിശോധനകൾക്കൊന്നും ഇനി പ്രസക്തിയില്ല. പിന്നെ കേവലം അന്വേഷണത്തിന്റെ വഴിയിൽ പ്രാഥമിക അന്വേഷണത്തിൽ ഉറപ്പായും അന്വേഷിക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ ഉറപ്പുവരുത്തേണ്ടിയിരുന്ന ചില ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിലുണ്ടായ ഗുരുതരമായ വീഴ്ച, അത് ഈ കേസ് കോടതിയിലടക്കം തെളിയിക്കുന്നതിന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുമ്പിൽ വലിയ വെല്ലുവിളിയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആര്യ, തീർച്ചയായും എന്തായാലും അന്വേഷണം ഊർജിതമായി തന്നെ, പുതിയ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്നത്തെ ഡാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ബഫർ സോണുമായി ബന്ധപ്പെട്ടതാണ്. ബഫർ സോണിൽ പരാതി സമർപ്പിക്കാനുള്ള അവസാന ദിവസമാണ് ഇന്ന്. 1.5 ലക്ഷത്തോളം പരാതികൾ ലഭിച്ചതിൽ തീർപ്പ് കൽപ്പിക്കാൻ കഴിഞ്ഞത് 17,000-ഓളം മാത്രമാണ്. ഡാൻ, ഈ ഇതുവരെ സ്വീകരിച്ച നടപടികളിൽ ആശങ്ക മാറാനുള്ള എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം വനം മന്ത്രി ശശീന്ദ്രൻ ഇത് സംബന്ധിച്ച് സഭാ മേധാവികളുമായി, അധ്യക്ഷന്മാരുമായി ഒക്കെ ചർച്ച നടത്തിയിരുന്നു. ഇതിൽ യാതൊരുവിധ രാഷ്ട്രീയ മുതലെടുപ്പും അനുവദിക്കില്ല എന്നൊക്കെ പറയാൻ അദ്ദേഹം ശ്രമിച്ചുവെങ്കിലും ഇവിടെ ഉയർന്ന പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിൽ തയ്യാറാക്കാനായി കേരള സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ ഭൂപടം, ഉപഗ്രഹ സർവേ വഴി തയ്യാറാക്കിയ ഭൂപടം പൂർണ്ണമല്ല എന്നും ഒട്ടേറെ ജനവാസ മേഖലകൾ അതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെന്നും ഉള്ള ഒരു പരാതിയല്ല, ഒട്ടേറെ പരാതികൾ ഉയർന്നു. സംസ്ഥാന വ്യാപകമായി മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ, പ്രത്യേകിച്ചും ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസിന് ചുറ്റും താമസിക്കുന്നവർ തികഞ്ഞ ആശങ്കയിലാണ്. എന്താണ് ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ? ആശങ്ക നീക്കാനും ഈ പരാതികൾ പരിഹരിക്കാനും എന്ത് നടപടിയാണ് ഉണ്ടാകുന്നത്? ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് അയവ് വന്നിട്ടില്ല. അത് വർദ്ധിക്കുന്ന തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതാണ്ട് 54,617 പരാതികൾ, 607 പരാതികൾ ഇന്നലെ വരെ മാത്രം ഇതുമായി ബന്ധപ്പെട്ട് ഹെൽപ്പ് ഡെസ്കുകളിലടക്കം ലഭിച്ചിട്ടുണ്ടെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിൽ ലഭിച്ച പരാതികളിൽ 17,054 പരാതികൾ മാത്രമേ ഇന്നലെ വരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. കൃത്യമായ കണക്കുകളാണ്. ഏറ്റവും കൂടുതൽ പരാതികൾ ഉണ്ടായിരിക്കുന്നത് പീച്ചി വന്യജീവി സങ്കേതത്തിന് അടുത്ത് നിന്നാണ്. അതായത് ഏതാണ്ട് 12,445 പരാതികൾ പീച്ചിയിൽ നിന്ന് മാത്രം ഉണ്ടായിട്ടുണ്ട്. നിലവിൽ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ ബഫർ സോൺ മേഖലയിലെ നിർമ്മിതികൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഏരിയൽ സർവേയും ഫീൽഡ് സർവേ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്തരത്തിൽ ഏതാണ്ട് 11,496 ഈ പുതിയ നിർമ്മിതികൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. പക്ഷേ അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിൽ അതിലെ തിരക്ക് മൂലമോ സെർവർ തകരാറ് മൂലമോ അത് പൂർണ്ണമായ വിവരങ്ങൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് വൈകുന്നേരം 5 മണിക്കൊണ്ട് പരാതി സമർപ്പിക്കുന്നതിനുള്ള സമയം അവസാനിക്കുകയുമാണ്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷമടക്കം നേരത്തെ ഉന്നയിച്ചിരുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ബോധപൂർവമായ അനാസ്ഥയാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക്, മലയോര ജനതയുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി തന്നെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്ന തരത്തിൽ കൃത്യമായ മറുപടിയുമായി രംഗത്തെത്തുകയും ചെയ്തു. ഇങ്ങനെ ഭരണ പ്രതിപക്ഷ വാക്പോര് ഈ വിഷയത്തിൽ തുടരുന്നതിനിടയിലാണ് ഈ പരാതി സമർപ്പിക്കുന്നതിനുള്ള തീയതി, സമയപരിധി ഇന്ന് വൈകുന്നേരം അവസാനിക്കാൻ പോകുന്നത്. എന്തായാലും ഫീൽഡ് സർവേ എന്ന് പൂർത്തിയാക്കുമെന്ന് വ്യക്തമല്ലാത്തത് നിലവിൽ ഈ പ്രതിസന്ധിയുടെ ആക്കം വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മലയോര ജനതയുടെ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടി ഈ സർക്കാരിനപ്പുറം എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യം അനിവാര്യമായി മാറിയിരിക്കുകയാണ്. പ്രദീപ്, തീർച്ചയായും ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇന്നത്തെ 2 പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. ഇന്ന് നമ്മൾ പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്കറിയാം കേരള മനസാക്ഷിയെ ഞെട്ടിച്ച, നാണം കെടുത്തിയ, അതെ രാജ്യം മുഴുവൻ ഞെട്ടിച്ച, നാണം കെടുത്തിയ ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു സംഭവം നടന്ന നരബലി. അതെ, ആ ഒരു വിഷയത്തിൽ ആദ്യ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കുകയാണ് ശശിനാരായണൻ. അതിന്റെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശശിനാരായണൻ, നരബലി, പത്തനംതിട്ടയിലെ നരബലി, ഇലന്തൂർ നരബലിയുമായി ബന്ധപ്പെട്ട ആദ്യ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കുകയാണ് അന്വേഷണ സംഘം. എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തെ മനസാക്ഷി ഞെട്ടിച്ച ഇലന്തൂർ നരബലി കേസിന്റെ, ഇരട്ട നരബലി കേസിന്റെ ആദ്യ കുറ്റപത്രമാണ് ഇന്ന് പോലീസ് സമർപ്പിക്കുന്നത്. കടവന്ത്ര പോലീസാണ് ഇത് സംബന്ധിച്ച കുറ്റപത്രം എറണാകുളം
ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് സമർപ്പിക്കുന്നത്. എറണാകുളത്ത് വാടകയ്ക്ക് താമസിക്കുന്ന പെരുമ്പാവൂർ സ്വദേശിയായ മുഹമ്മദ് ഷാഫി, ഒപ്പം ഇലന്തൂർ സ്വദേശികളായ ഫൗൾ സിംഗ്, ലൈല എന്നിവരാണ് ഈ കേസിലെ 1, 2, 3 പ്രതികളായി ചേർത്തിട്ടുള്ളത്. ഈ 3 പ്രതികളുടെയും ചേർത്തുകൊണ്ടുള്ള കുറ്റപത്രമാണ് ഇന്ന് സമർപ്പിക്കുന്നത്. ഇതിൽ പ്രധാനമായും പത്മത്തിന്റെ കേസാണ് എറണാകുളം പോലീസ്, കടവന്ത്ര പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ കേസിലെ കുറ്റപത്രമാണ് ഇന്ന് സമർപ്പിക്കുന്നത്. ഈ 3 പ്രതികളും റിമാൻഡിൽ കഴിയുകയാണ്. റിമാൻഡിൽ കഴിയുന്ന പ്രതികളുടെ ജാമ്യം ലഭിക്കാൻ സാധ്യതയുള്ളത് 90 ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായി ഇവർക്ക് ജാമ്യം ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ അതുകൊണ്ട് തന്നെയാണ് കുറ്റപത്രം ഇപ്പോൾ സമർപ്പിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ കുറ്റകൃത്യം തെളിയിക്കുന്നതായി 3 പ്രതികളും ഈ കുറ്റം ചെയ്തതായിട്ടാണ് റിപ്പോർട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും പറയുന്നത് മനുഷ്യക്കടത്ത്, കൊലപാതകം, ഗൂഢാലോചന, മൃതദേഹം വികൃതമാക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് കുറ്റപത്രത്തിൽ ഈ 3 പ്രതികൾക്കും ചുമത്തിയിട്ടുള്ളത്. ഒപ്പം ഈ തൊണ്ടിമുതലുകളും ഇതുമായി ബന്ധപ്പെട്ട് കൊലപാതകമായുള്ള തൊണ്ടിമുതലും ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. അത് പ്രധാനമായും DNA പരിശോധന ഫലം, കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി, സ്ത്രീകളെ നരബലിക്ക് കൊണ്ടുപോയ വാഹനം എന്നിവയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകളും ഈ കൊലപാതകവുമായി കണ്ടെത്തിയിട്ട് ശേഷമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നത്. 2022 സെപ്റ്റംബർ 26-നാണ് ഈ പത്മത്തെ, ലോട്ടറി കച്ചവടക്കാരിയായ പത്മത്തെ എറണാകുളത്ത് വെച്ച് കാണാതാകുന്നത്. തുടർന്ന് അവരുടെ സഹോദരി കടവന്ത്ര പോലീസിൽ പരാതി സമർപ്പിക്കുകയും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ഷാഫിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഷാഫി ഇന്ന് ചോദ്യം ചെയ്യലിലാണ് ഈ പ്രതികളിലേക്ക് എത്തിയത്. തുടർന്ന് ഫൗൾ സിംഗിനെയും ഒപ്പം ലൈനെയും അറസ്റ്റ് ചെയ്യുകയും ഈ അറസ്റ്റിൻ്റെ തുടർന്ന് ചോദ്യം ചെയ്യലിലാണ് റോസിലിനെയും കൊലപ്പെടുത്തിയ വിവരം ലഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് മുന്നോട്ട് പോയത്. എന്തായാലും ആദ്യം ഇപ്പോൾ ഈ കേസിൽ പത്മത്തെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രമാണ് പോലീസ് ഇപ്പോൾ സമർപ്പിക്കുന്നത്. എന്തായാലും മതിയായ തെളിവുകളും പഴുതടച്ചുള്ള അന്വേഷണമാണ് അന്വേഷണ സംഘം നടത്തിയത്. ആ കേസിലെ പത്മത്തിന്റെ കേസിലെ കുറ്റപത്രമാണ് ഇന്ന് പോലീസ് സമർപ്പിക്കുന്നത്. കഷ്ടിച്ച് 3.5 മാസം കൊണ്ടാണ് അന്വേഷണം പൂർത്തിയാക്കിയത് എന്നുള്ളതിൽ തീർച്ചയായിട്ടും പോലീസിന് അഭിമാനിക്കാം. ശശിനാരായണൻ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ തുടർന്നുള്ള മണിക്കൂറുകളിൽ ന്യൂസ് റൂം ലൈവ് അടക്കമുള്ള നമ്മുടെ ബുള്ളറ്റിനുകളിൽ ലഭിക്കും. തുടരുക. നമുക്ക് മറ്റ് ഒരു സന്തോഷമുള്ള ഒരു വാർത്തയിലേക്ക് നമ്മളെ സംബന്ധിച്ച്, ന്യൂസ് 18നെ സംബന്ധിച്ച് പ്രത്യേകതയുള്ള വളരെ അഭിമാനമുള്ള ഒരു ദിവസമായിരുന്നു ഇന്നലെ എന്ന് പറയുന്നത്. ഒരുപാട് ഇതുപോലുള്ള സോഷ്യൽ ഇഷ്യൂസ് നമ്മൾ എടുക്കുകയും അതിന് പരിഹാരം കാണുന്നത് വരെ ആ വാർത്തയിൽ പിടിച്ചു നിൽക്കുകയും ചെയ്ത അനുഭവമാണ് നമുക്കുള്ളത്. ഇന്നലെയും അത്തരത്തിൽ ഒരു ദിവസം തന്നെയായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 38 ദിവസമായി 2 രാജസ്ഥാനി കുടുംബങ്ങളാണ് അവരുടെ സ്വന്തം മക്കളെ ശിശുക്ഷേമ സമിതിയിൽ നിന്ന് വിട്ടുകിട്ടുന്നതിന് വേണ്ടി അധികൃതരുടെ ഓഫീസുകൾ കയറിയിറങ്ങുന്നത്. അതെ, വിദ്യാഭ്യാസം കൊണ്ടും സാമൂഹ്യ സ്ഥിതി കൊണ്ടും ഒക്കെ ഒരുപാട് പിന്നിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരോട് എന്ത് അനീതിയും കാട്ടാം എന്നുള്ള ഒരു വ്യവസ്ഥിതി അത്തരത്തിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ. ഇതിൽ മറുഭാഗത്ത് അവർ പറഞ്ഞ ന്യായം എന്ന് പറയുന്നത് കുട്ടികളെ ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു പരാതി വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത്. എന്തായാലും കുഞ്ഞുങ്ങളെ പിരിഞ്ഞ മാതാപിതാക്കളുടെ വേദന ന്യൂസ് 18 കേരളം പുറത്തു കൊണ്ടുവന്ന് 12 മണിക്കൂറിനകം അതിൽ നടപടി ഉണ്ടായി എന്നുള്ളതാണ്. ന്യൂസ് 18 കേരളം കൊച്ചിയിലെ സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് MS അനീഷ് കുമാറാണ് അഭിമാനാർഹമായ ഈ ഇടപെടലിന് നേതൃത്വം നൽകിയത്. എന്തായാലും ആ കുട്ടികളെ മാതാപിതാക്കൾക്ക് തന്നെ വിട്ടു നൽകാൻ ഇന്നലെ തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായി. അപ്പോൾ അവരുടെ സന്തോഷത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. വൈകാരികമായിരുന്നു ആ നിമിഷങ്ങൾ. ഇരുളിലൂടെ നടന്നെടുത്തു വരുന്ന വികാസിനെയും വിഷ്ണുവിനെയും അമ്മമാർ നെഞ്ചോട് ചേർത്തു. 3 വയസ്സുകാരനായ സഹോദരനും സന്തോഷം അടക്കാനായില്ല. എല്ലാവർക്കും നന്ദിയെന്ന് കുടുംബം. हमारा बच्चा मिला, हम खुश हो गया. हाँ, हमको मेरी मम्मी लड़ गई इसमें. मेरी मम्मी लड़ गई. दुनिया बस हमको मेरी मम्मी के पास जाऊंगा. वो बोलते हैं मेरे मम्मी के साथ जाएगा. मैं मम्मी के साथ जाया. हाँ. खुशी. हाँ. तू बोल. मेरी मम्मी पास जाऊंगा. मैं मम्मी के पास आऊंगा. खुशी हो गया. मैं खुश हो गया. കുടുംബത്തിന്റെ നിയമ നടപടികൾക്ക് കൂട്ടുനിന്ന അഭിഭാഷക നിറകണ്ണുകളോടെ വാക്കുകൾക്കായി പരതി. എനിക്ക് സത്യം പറഞ്ഞ സന്തോഷം കൊണ്ട് എനിക്ക് വാക്കുകളില്ല. പ്രത്യേകിച്ച് നിങ്ങളോടാണ് എനിക്ക് ഏറ്റവും കടപ്പാട്. നിങ്ങൾ ദൈവ വിട്ടതുപോലെ വന്ന് കൃത്യമായിട്ട് എൻ്റെ ഈ 21 വർഷത്തെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഭിഭാഷക ജീവിതത്തിൽ ഇതുപോലെ തൃപ്തികരമായിട്ടുള്ളതോ
ആയിട്ടുള്ളൊരു കേസ് ഞാൻ ചെയ്തിട്ടില്ല. വളരെ നന്ദിയുണ്ട്. കുട്ടികളുടെ മുഖത്ത് അവർ പക്ഷേ വിഷമം വിട്ടുപോകുമ്പോഴുള്ള വിഷമം. അപ്പോൾ അവരോട് ഞാൻ പറയുന്നുണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വന്നിട്ട് കാണണമെന്ന്. ഹിന്ദി ഒന്നും കൂടെ പഠിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. ഇതർ ഖുഷിയെ ദോസ്തോं को मिला सभी भी आएगा इधर उनको देखने के लिए. കൊച്ചി നഗരത്തിൽ നിന്നും ഭിക്ഷാടകരെന്ന് തെറ്റിദ്ധരിച്ച് പോലീസ് കൂട്ടിക്കൊണ്ടുപോയ 6-7 വയസ്സുള്ള കുട്ടികൾ 38 ദിവസമായി ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലായിരുന്നു. കുട്ടികൾ രക്ഷിതാക്കളുടെയെന്ന് തെളിയിക്കണമെന്നായിരുന്നു ആദ്യ ആവശ്യം. കുട്ടികൾക്ക് മെച്ചപ്പെട്ട സൗകര്യമില്ലെന്നായിരുന്നു രണ്ടാമത്തെ കണ്ടെത്തൽ. കുടുംബത്തിന്റെ ദുരവസ്ഥ ന്യൂസ് 18 വാർത്തയാക്കിയതോടെ ചൈൽഡ് ലൈൻ നിലപാടിൽ അയവ് വരുത്തി. രേഖകൾ ഹാജരാക്കിയാൽ മോചിപ്പിക്കാമെന്നായി. ഒടുവിൽ ന്യൂസ് 18 മുഖേന ജനന സർട്ടിഫിക്കറ്റ് എടുത്തോടെയാണ് കോടതിയിൽ കുട്ടികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത്. കൊച്ചിയിൽ നിന്നും KS ശ്യാംലാലിനൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18. അപ്പോൾ ആ അമ്മയുടെ വാക്കുകൾ ബച്ചാ മിൽ ഗയാ ഹം ഖുഷ് ഹോ ഗയാ അത്രയുണ്ട്. പിന്നെ ആ അഭിഭാഷകയുടെ വാക്കുകളുടെയും മുഖത്തെയും ഒരു സന്തോഷം, അതെ, നമുക്കും ആ സന്തോഷത്തിനപ്പുറം എന്ത് കണ്ണ് നിറയുന്ന കാഴ്ചയും കാര്യം. വാർത്ത എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് മാത്രമല്ല, ബഹളം മാത്രമല്ല, വലിയ രാഷ്ട്രീയ ചർച്ചകൾ മാത്രമല്ല, അതിനൊക്കെ അപ്പുറം മനുഷ്യത്വപരമായ ചില ഇടപെടലുകൾ. അതിനൊരു ഉദാഹരണം ഒട്ടേറെ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ചാനലാണ് ന്യൂസ് 18. കേരളം എന്നും ജനങ്ങൾക്കൊപ്പം എന്നുള്ള, എന്നും ജനപക്ഷത്ത് എന്നുമൊക്കെയുള്ള ടാഗ് ലൈൻ വെറുതെ പറയുന്നതല്ല ഒരിക്കൽ കൂടി തെളിയിക്കുന്ന വാർത്തയായിരുന്നു MS അനീഷ് കുമാർ റിപ്പോർട്ട് ചെയ്തത്. ഇനി നമ്മൾ പോകുന്നത് ശബരിമലയിലേക്കാണ്. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. ശബരിമലയില് മകരവിളക്കിന് അണിയിക്കാനുള്ള തങ്കയങ്കി ഘോഷയാത്ര തിരുവാഭരണ ഘോഷയാത്ര വ്യാഴാഴ്ചയാണ് പന്തളത്ത് നിന്ന് പുറപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ ആ ഒരുക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു എന്നുള്ളതിലേക്ക് പോയി വരാം. തിരുവാഭരണ ഘോഷയാത്ര മുതൽ വലിയ ഭക്തജന പ്രവാഹമുണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൂട്ടൽ. അതിനാൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ ഭരണകൂടവും പോലീസും ഒരുക്കുന്നത്. 200 പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘം ഘോഷയാത്രയെ അനുഗമിക്കും. ഘോഷയാത്ര കടന്നുപോകുന്ന പരമ്പരാഗത പാതകളിലെ ആശുപത്രികളിൽ പ്രത്യേക മെഡിക്കൽ ടീമിനെയും നിയമിക്കും. മുൻകാലങ്ങളിലെല്ലാം വ്യത്യസ്തമായി ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുക്കാനുള്ള സാധ്യതകളെ കണ്ടുകൊണ്ട് തന്നെ അവർക്കാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും തിരുവാഭരണം സുഗമമായി ദർശിക്കാനും എല്ലാമുള്ള അവസരം ലഭ്യമാകത്തക്ക തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. വ്യാഴാഴ്ച പുലർച്ചെ തിരുവാഭരണം പന്തളം വലിയൊഴുക്ക് ക്ഷേത്രത്തിൽ പ്രദർശിപ്പിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് തിരുവാഭരണവുമായി ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെടും. ജനുവരി 14 മകരവിളക്ക്. ന്യൂസ് 18 സന്നിധാനം. ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിലെ പുതിയ, അല്ലെങ്കിൽ ഈ വർഷത്തെ സുന്ദരിമാരെ, മിസ് കേരളയിലെ വിജയികൾ. ന്യൂസ് 18 കേരളത്തിനൊപ്പം ചേരുകയാണ് അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി. അപ്പോൾ ആ വിശേഷത്തിലേക്ക് തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സാങ്കേതികപരമായി നിയമപരമായിട്ടും ചില തടസ്സങ്ങളുണ്ടോ? ശിശുക്ഷേമ സമിതി ഉന്നയിക്കുന്ന വാദങ്ങൾ എത്രത്തോളം നിലനിൽക്കുന്നതാണ്? ഈ അവകാശപ്പെട്ട് വരുന്ന ആളുകളുടെ മക്കളാണ് ഇന്ന് തെളിയിക്കുന്നതിനുള്ള രേഖകൾ അവരുടെ കൈവശം ഇല്ല എന്നാണ്. ഇവർ റോഡിൽ കടന്നപ്പോൾ ഇല്ലാത്ത വേദനയാണ് ഇപ്പോൾ CWC കാണിക്കുന്നത്. ന്യൂസ് 18 നടത്തിയ ഇടപെടൽ ഫലം കാണുന്നു. ആ അമ്മയുടെ പ്രതികരണം ഇനി ഞങ്ങൾക്ക് ഉറങ്ങാം എന്നുള്ളതായിരുന്നു. അതുതന്നെയാണ് ഞങ്ങളുടെയും വലിയ സന്തോഷം. 2 കുട്ടികൾ, അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇനി സമാധാനമായി ഉറങ്ങാം. പ്രഭാത കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അതെ, ഈ PM2 PT7 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ തോന്നുന്നത്? കേട്ടാ AK-47 പോലെ തോന്നും, അല്ലെങ്കിൽ അതിർത്തിയിൽ ഏതെങ്കിലും പോസ്റ്റ് ആണെന്ന് തോന്നും. ഒന്നുമല്ല, കേരള തമിഴ്നാട് അതിർത്തിയിൽ കുറെ നാളായി ഭീതി വിടർത്തുന്ന, അല്ലെങ്കിൽ ഭീതി വിതയ്ക്കുന്ന 2 കാട്ടാനകളുടെ പേരുകളാണ് PM2 PT7. PM2 ഗൂഡല്ലൂരിൽ, തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിൽ ഇറങ്ങി നാശം വിതയ്ക്കുകയാണ്. അതിനെ പിടികൂടാൻ 2 ദിവസമായി നടത്തുന്ന അഭ്യാസമൊന്നും ഫലിച്ചിട്ടില്ല. ഇന്ന് തീവ്രയത്നം അല്ലെങ്കിൽ തീവ്രയജ്ഞം നടക്കുകയാണ്. അവിടെ മയക്കുവെടി വെക്കാനുള്ള കേരള വനംവകുപ്പിന്റെ സംഘമുണ്ട്, കുങ്കിയാനകളുണ്ട്.
തമിഴ്നാട് വനം വകുപ്പിന്റെ സംഘമുണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇന്നിതിനെ മയക്കുവെടി വെച്ച് വീഴ്ത്താനോ കാട്ടിലേക്ക് ഓടിക്കാനോ ഒക്കെ കഴിയുമോ എന്നുള്ള ശ്രമത്തിലാണ്. നമുക്കൊന്ന് കാണാം ആ വാർത്ത. അപ്പോൾ വയനാടാണ് PM2 വിളയാട്ടമെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ തന്നിട്ടുണ്ട് ഉണ്ണി. PM2 എന്ന് പറഞ്ഞാൽ പന്തലൂർ മഗ്ലു. മഗ്ലൂർ എന്ന് പറഞ്ഞാൽ മോഴയല്ല. PM2 എന്ന് പറയുന്നത് പന്തലൂർ മഗ്ലുവിന്റെ ഷോർട്ട് ഫോം ആണ്. PT7 പാലക്കാട് ടസ്കർ 7. അതെ, പാലക്കാട് ഭീതി വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മോഴയും ഒരു കൊമ്പനും കൂടിയാണ്. കാട്ടിൽ പിന്നെ സമാധാനമില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ നാട്ടിലിറങ്ങിയത്. അതെ, PT7 ചില്ലറക്കാരനല്ല, വലിയ ശല്യക്കാരനാണ്. ജീവനും എടുത്തിട്ടുണ്ട്. തീവ്ര ശ്രമങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നുണ്ട്. പക്ഷേ ഇനിയും എങ്ങും എത്തിയിട്ടില്ല. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള യോഗത്തിൽ കഴിഞ്ഞ ദിവസം മന്ത്രി AK ശശീന്ദ്രൻ പങ്കെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ PT7 പിടികൂടി തളയ്ക്കാനുള്ള കൂട് നിർമ്മിക്കുന്ന അഥവാ പിടികൂടിയാൽ തളയ്ക്കാനുള്ള കൂട് നിർമ്മിക്കുന്ന സ്ഥലവും മന്ത്രി കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, K കൃഷ്ണൻകുട്ടി, മറ്റു ജനപ്രതിനിധികൾ എന്നിവർ ധോണിയിലെ വനംവകുപ്പ് ക്യാമ്പിലെത്തിയാണ് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. PT7 കാട്ടാനെ പിടികൂടാൻ കൂടൊരുക്കുന്ന സ്ഥലം മന്ത്രിയും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. ദൗത്യസംഘത്തിൽ നിന്ന് വിവരങ്ങൾ തേടി. ആനയെ മയക്കുവെടി വെച്ച് കൊന്ന് അല്ലെങ്കിൽ മറ്റു തരത്തിൽ കൊല്ലാതെ കൊന്ന് ഇവിടെ സംസ്കരിക്കുകയോ കൊല്ലാതെ കാട്ടിലേക്ക് അയക്കുകയോ ഇത് ചെയ്യണമെങ്കിൽ കൊല്ലാതെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് ആദ്യം നോക്കണം. ഇല്ല, കൊല്ലാതെ രക്ഷപ്പെടുത്താൻ ആദ്യത്തെ എല്ലാ ശ്രമവും മയക്കുവെടി വെക്കണമെങ്കിലും അത് വെക്കാതെ തന്നെ ആനയെ ഉപദ്രവിക്കാതെ ഉൾക്കാട്ടിലേക്ക് പറഞ്ഞയക്കാൻ കഴിയുമോ എന്ന്, ആനയായാലും ഏത് മൃഗമായാലും ഉൾക്കാട്ടിലേക്ക് അയക്കാൻ കഴിയുമോ എന്ന് നോക്കണം. ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടും ആനകളെ തടയാനാകുന്നില്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. എല്ലാ മേഖലയിലും കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ കൂടുതൽ RRTകൾ വേണമെന്ന നിർദ്ദേശം യോഗത്തിലുയർന്നു. ജനപ്രതിനിധികൾക്ക് പുറമെ വനം, പോലീസ്, റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരും യോഗത്തിലെത്തിയിരുന്നു. ന്യൂസ് 18 പാലക്കാട്. മന്ത്രിയുടെ ആശയും പ്രതീക്ഷയും ഒക്കെ ശരിയാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പേരുകളിലെ തമാശകൾക്കൊക്കെ അപ്പുറം ഒരു മേഖലയിലാകെ ജനം ഭീതിയിലാണ്. ഇതെപ്പോഴാണ് വന്ന് മറ്റേ കരിമ്പിൻകാട്ടിൽ കയറിയ പോലെ ഒന്നുമല്ല. വീട്ടിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൃഗങ്ങളെയും ആൾക്കാരെയും ഒക്കെ ഉപദ്രവിച്ച് പിന്നെ അടിച്ച് നിരത്തി കഴിഞ്ഞാൽ അവസ്ഥ സ്ഥാപിക്കലും വിലയിരുത്തലും ഒക്കെ ഒരു വഴിക്ക് നടക്കുന്നു. മറുഭാഗത്ത് നമുക്ക് സിനഡ് തുടരുകയാണ് കൊച്ചിയിൽ. അതിന്റെ വിശേഷങ്ങൾ ഏറെ വിവാദങ്ങൾക്ക് ഇടയിലാണ് സിനഡ് ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. കാരണം കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട് വിമത വിഭാഗത്തിന്റെ സമരവും പ്രതിഷേധവും ഒക്കെ വളരെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ക്രിസ്മസ് തലേന്ന് ഇത്തരത്തിൽ അവർ അൾത്താരയ്ക്കുള്ളിലേക്ക് വരെ കയറി നടത്തിയ പ്രതിഷേധങ്ങൾ തീർത്തും അപലപനീയമാണ്. ഇത്തരത്തിലുള്ള സമരമുറകളിൽ നിന്നും വിമത വിഭാഗം പിന്മാറണമെന്ന് കർദിനാൾ ജോർജ് ആലഞ്ചേരി കഴിഞ്ഞ ദിവസം സിനഡ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുകയുണ്ടായി. എന്തായാലും പക്ഷേ വിമത വിഭാഗം അവര് ജനുവരി 8 അതായത് നാളെ മറ്റൊരു ഞായറാഴ്ച എല്ലാവരും കുർബാന സ്വീകരിക്കാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ ഈ വിമത ഭാഗം നടത്തുന്ന അതിരൂപത സംരക്ഷണ റാലി അത് മാറ്റമില്ലാതെ നടത്തും എന്ന് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിമത വിഭാഗം. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നങ്ങൾ സിനഡിൽ നടക്കുന്ന ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്തുമെന്ന കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ കത്തിനെ എറണാകുളം അതിരൂപത അൽമായ മുന്നേറ്റം സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ തയ്യാറല്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളും വൈദികരും ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് രേഖാമൂലം സ്ഥിരം സിനഡിന്റെ ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ പുനരാലോചന ഉണ്ടാകുകയുള്ളൂ. അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ആന്റണി പൂതവേലിനെ പിൻവലിക്കുക, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനാഭിമുഖ കുർബാന സിനഡ് നിയമാനുസൃതമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും അടിയന്തരമായി പരിഹരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ജനാഭിമുഖ കുർബാന കഴിഞ്ഞ 60 വർഷമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തുടരുന്നതാണ്.
ആ കുർബാന നിയമാനുസൃതമാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അത് സിനഡ് അംഗീകരിക്കുകയും വേണം. മറ്റൊന്ന്, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ കലുഷിതമായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മാർ ആൻഡ്രൂസ് താഴത്ത് അദ്ദേഹത്തിന്റെ നോമിനിയായി ഒരു വ്യക്തിയെ കത്തീഡ്രൽ ബസിലിക്കയിൽ നിയമിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഉടൻ പിൻവലിക്കുക. സിനഡ് നടക്കുന്ന സാഹചര്യത്തിൽ പ്രതിഷേധ പരിപാടികളിൽ നിന്ന് പിന്മാറണമെന്ന് കർദിനാൾ കത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കുമെന്നായിരുന്നു വാഗ്ദാനം. ന്യൂസ് 18 കൊച്ചി. KMML-മായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. വാർത്ത കണ്ടിട്ട് തിരികെ എത്താം. പാർട്ടി ക്ലാസ് അല്ല, പാർട്ടി പരിപാടിയുമല്ല, CITU-കാർ മാത്രമല്ല, എല്ലാ തൊഴിലാളി സംഘടനാ നേതാക്കളും പ്രവർത്തകരുമുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ മുഖം നോക്കാതെ മന്ത്രി നിലപാട് പ്രഖ്യാപിച്ചു. പണിമുടക്ക് തൊഴിലാളി വർഗത്തിന്റെ അവസാനത്തെ സമരായുധമാണ്, ആദ്യത്തേതല്ല. അത് എല്ലാ ട്രേഡ് യൂണിയനുകളും ധാരണയുള്ളതാണ്. മിക്ക ട്രേഡ് യൂണിയനുകൾ കൂടി തൊഴിലാളി നന്നായി വർക്ക് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് ഉണ്ടായത്. പക്ഷെ ഇങ്ങനെ ചില പ്രവണതകൾ കുറച്ച് മാറേണ്ടതുണ്ട് ഇവിടുത്തെ യൂണിയനുകൾക്ക്. സർക്കാരിന്റെ സാമ്പത്തിക സഹായം കൊണ്ട് മുന്നോട്ടു പോകേണ്ടവയല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളെന്നും വ്യവസായ മന്ത്രി വ്യക്തമാക്കി. ലാഭകരമായിരിക്കണം, മത്സരക്ഷമമായിരിക്കണം. സർക്കാർ ഡിപ്പാർട്ട്മെന്റ് അല്ല പൊതുമേഖലാ സ്ഥാപനം. സർക്കാർ പണം നൽകിക്കൊണ്ടിരിക്കുക, അത് ചെലവാക്കിക്കൊണ്ടിരിക്കുക എന്ന ഒരു രീതിയെ പാടില്ല. എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, എംപ്ലോയീസ് റിക്രിയേഷൻ ക്ലബ്, ടെക്നിക്കൽ സർവീസ് എന്നീ കെട്ടിടങ്ങളുടെയും മിനറൽ സെപ്പറേഷൻ യൂണിറ്റ് നടപ്പാലത്തിന്റെയും ശിലാസ്ഥാപനം മന്ത്രി നിർവഹിച്ചു. ധനമന്ത്രി KN ബാലഗോപാൽ, ചവറ MLA സുജിത് വിജയൻപിള്ള, NK പ്രേമചന്ദ്രൻ MP എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 കൊല്ലം. അപ്പൊ എന്തായാലും ഒട്ടനവധി വാർത്തകളുള്ള ഒരു ദിവസമാണ്. ഒരു വീക്കെൻഡിന്റെ യാതൊരുവിധമായ ബ്രേക്കും അലസതയും ഒന്നുമില്ല വാർത്താ ദിനത്തിന്. അത് ഇങ്ങനെ സമ്പുഷ്ടമായി എന്താ പറയാ തുടരുകയാണ്. എല്ലാ ഭാഗത്തു നിന്നും കാട്ടാന മുതൽ സിനഡ് വരെ, പ്രതിഷേധം മുതൽ കുറ്റാന്വേഷണം വരെ തുടരുകയാണ്. ഈ വാർത്തകളുടെയൊക്കെ വിശദാംശങ്ങളിലേക്കൊക്കെ ഈ ഇനിയുള്ള മണിക്കൂറുകൾ നമുക്ക് എത്താം. തൽക്കാലം നമുക്കും ഒരു ബ്രേക്ക് വേണ്ടതായിട്ടുണ്ട്. വേഗം മടങ്ങിയെത്താം പ്രഭാത കേരളത്തിലേക്ക്. അപ്പോൾ പ്രഭാത കേരളത്തിലേക്ക് പ്രേക്ഷകർക്കെല്ലാം ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്കിനി കോഴിക്കോട്ടേക്ക് പോയാലോ? അതെ, കാട്ടിലെ കാട്ടാന, നാട്ടിലെ താപ്പാന, നരബലി, കൊലപാതകം, അന്വേഷണം, ഇതെന്നൊക്കെ മാറിയിട്ട് ഒരു ഇത്തിരി നേരം കണ്ണിനും കാതിനും കുളിർമയേകുന്ന കുറെ കാഴ്ചകളിലേക്ക് പോകാം. അവിടെ ഇന്ന് ക്ലൈമാക്സ് ആണ്. ഇന്ന് സസ്പെൻസിന് അറുതി വരും. ആതിഥേയരായ കോഴിക്കോടോ കണ്ണൂരോ അതോ ബ്ലാക്ക് ഹോസ് ആയി, ഡാർക്ക് ഹോസ് ആയി കാസർഗോഡ് കയറി വരുമോ? അതോ ഇപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായി കപ്പ് കൈവശം വെച്ചിരിക്കുന്ന പാലക്കാട് മുന്നേറി വന്ന് കപ്പ് നിലനിർത്തുമോ എന്നുള്ള ഒട്ടനവധി ആകാംക്ഷയാണ് കോഴിക്കോട് നമ്മളെ കാത്തിരിക്കുന്നത്. നമ്മുടെ സംഘം കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ സജീവമായിരുന്നു. സുവി വിശ്വനാഥൻ, CV അനുമോദ്, അശ്വിൻ വല്ലത്ത്, S വിനേഷ് കുമാർ, സുശാന്ത് വടകര തുടങ്ങിയവരും നമ്മുടെ ഗംഭീര ക്യാമറാമാൻമാരും അവിടെ നിന്നുള്ള മനോഹരമായ കാഴ്ചകൾ പകർത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ CV അനുമോദനെ കണ്ടത് സംഘനൃത്ത വേദിയിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ടീമിന് പിന്നാലെയുള്ള ചിത്രമാണ് ഏറ്റവും അവസാനം ഞാൻ കണ്ടത്. അനുമോദിലേക്ക് തന്നെ പോവുകയാണല്ലേ നമ്മൾ? അതെ അതെ, അനുമോദ് അവിടെ ഒട്ടനവധി വാർത്തകളും വിശേഷങ്ങളും അവിടുത്തെ കലാപ്രതിഭകളും ഒക്കെയായി തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ അനുമോദ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അനുമോദ്. ഗുഡ് മോർണിംഗ് പ്രദീപ്. ഗുഡ് മോർണിംഗ് ആര്യ. നമുക്കിന്ന് കോഴിക്കോട് കലയുടെ ഉത്സവത്തിന്റെ കൊട്ടിക്കലാശമാണ്. എന്താണെങ്കിലും ഒരുപാട് വിശേഷങ്ങളുണ്ട്, ഒരുപാട് കാഴ്ചകളുണ്ട്. കോഴിക്കോട്ടെ കലോത്സവ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA DIFA ടാലി അംഗീകൃത കോഴ്സുകൾ GTech-ലൂടെ. നമസ്കാരം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോഴിക്കോടാണെന്ന് താരം. കോഴിക്കോട് കലോത്സവം കൊടിയിറങ്ങാൻ പോകുമ്പോൾ ഈ കലോത്സവത്തിലെ ഏറ്റവും
വലിയ ടീമായിട്ട്, ഏറ്റവും വലിയ ശക്തിയായിട്ട് കോഴിക്കോട് ജില്ല തന്നെ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഏറ്റവും പുതിയൊരു പോയിന്റ് തന്നെ നോക്കുമ്പോൾ 891 പോയിന്റുമായിട്ട് കോഴിക്കോട് മുന്നേറുകയാണ്. 2 മറ്റേ തുഴപ്പാട് അകലെ എന്നൊക്കെ പറയുന്ന തരത്തിലാണ് കോഴിക്കോടിൻ്റെ മുന്നേറ്റം. അതുപോലെ തന്നെ 883 പോയിന്റായിട്ട് കണ്ണൂർ തൊട്ടു പിന്നിലുണ്ട്. പാലക്കാട് കഴിഞ്ഞ തവണത്തെ നിലവിലെ ചാമ്പ്യന്മാരാണ്, അവർ 872 പോയിന്റുമായിട്ട് ഇച്ചിരി പിന്നിലാണ്. എന്താണെങ്കിലും ഇനി 11 ഇനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്നത്തെ മത്സര ഇനങ്ങളുടെ ഫലം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം നമ്മോടൊപ്പം ചേരുന്നത് കോഴിക്കോട് ടീമാണ്. അവർ പറയുന്നത് ഈ മത്സരഫലങ്ങളൊന്നും പ്രശ്നമല്ല, ഞങ്ങൾ ചാമ്പ്യൻഷിപ്പ് ഇത്തവണ കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയാണ് നമ്മളെ പ്രതീക്ഷകൾ? ജയിക്കുമെന്നാണ് നമ്മളെ പ്രതീക്ഷ. ജയിച്ചാൽ സ്വന്തം നാട്ടിൽ ജയിക്കുന്ന അതൊരു വലിയ സന്തോഷമാണല്ലോ. നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ്. മോള് നമ്മൾ ആദ്യ ദിവസം തുടങ്ങിയത് മോളോട് അഭിമുഖം എടുത്തതാണ് അല്ലേ? അപ്പോൾ അന്ന് പറഞ്ഞ മോള് എന്താണെങ്കിലും ഇത്തവണ കപ്പ് ഇവിടുന്ന് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ക്ലൈമാക്സ് എത്താനായി, എന്താ തോന്നുന്നത്? സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പം തന്നെ ശബ്ദമെല്ലാം സപ്പോർട്ട് ചെയ്തിട്ട് അപ്പോൾ സന്തോഷമുണ്ട്. കോഴിക്കോട് വന്നിട്ട് തന്നെ നമുക്ക് തന്നെ ഇത്രയും നേരം നമ്മൾ മുന്നിലാണ്. അപ്പോൾ തന്നെ കുറേ സന്തോഷമുണ്ട്. എങ്ങനെയാണ് മോളെ? വലിയ ഒരുപാട് സന്തോഷത്തിലായിരിക്കും. ടെൻഷൻ ഉണ്ടോ ഇന്നത്തെ ദിവസത്തെ? ഇല്ല, കോഴിക്കോട് അടിക്കുന്നതാണ് ഒരു പ്രതീക്ഷ. കോഴിക്കോട് അടിക്കുന്ന തന്നെയാണ്. എങ്ങനെയാണ് മാഷേ, നമ്മൾ ഇന്നത്തെ ഒരു കണക്കൂട്ടലാണ്. നമുക്ക് ഇനി 11 ഇനങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഈ കണ്ണൂരായിട്ട് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആണല്ലോ. എങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ മത്സരങ്ങളുടെ ഒരു പ്രതീക്ഷ? ഇന്നുള്ള 11 ഐറ്റങ്ങളും എ ഗ്രേഡ് കിട്ടുന്ന ഉറപ്പുള്ള കാലിബറുള്ള ഐറ്റങ്ങളാണ്. പറയാൻ കാരണം ഉള്ള 4-5 ഐറ്റങ്ങൾ കോഴിക്കോട് സിൽവർ സ്കൂളിൻ്റെ ഐറ്റങ്ങളാണ്. എ ഗ്രേഡ് കിട്ടുന്ന ഉറപ്പുള്ള ഐറ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടു പോയ കപ്പ് തിരിച്ചു പിടിക്കുന്ന ഉറപ്പിലാണ്. വർഷങ്ങളായി കോഴിക്കോട് കൈവശം വെച്ചിരുന്ന കപ്പാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നത്. അത് ഈ വർഷം ഞങ്ങളുടെ കയ്യിൽ ഭദ്രമാവുന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. കപ്പിനും ചുണ്ടിനിടയിൽ നഷ്ടാവില്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെ നേടും. ഇത്തവണ എന്താ കരുത്തായത് മറ്റു ടീമുകളെ അപേക്ഷിച്ച്? ശക്തമായ മത്സരം നേടേണ്ടി വന്നു. ജില്ലയിലും ഒക്കെ സബ് ജില്ലയിലും ജില്ലയിലൊക്കെ ഉണ്ടെങ്കിൽ പോലും പക്ഷേ കറക്റ്റ് പരിശീലനം എല്ലാം കൊണ്ട് കുട്ടി നല്ല നല്ല ഐറ്റങ്ങളൊക്കെ എ ഗ്രേഡ് വാങ്ങി മറ്റുള്ള ജില്ലയേക്കാൾ കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കൊരു സംശയം പാലക്കാട് ജില്ലയായിട്ടാണ് സംശയം ഉണ്ടായിരുന്നത്. പക്ഷേ പാലക്കാട് ജില്ല പുറകിലായപ്പോൾ കണ്ണൂർ ലീഡ് ചെയ്തു. കണ്ണൂർ പ്രതീക്ഷ ചെയ്ത് കയറി വന്നതായിരുന്നു. പക്ഷേ കണ്ണൂർ വന്നപ്പോൾ ഞങ്ങൾക്ക് സമാധാനം. പാലക്കാടിനാണ് പേടിക്കാനുണ്ടായിരുന്നത്. പക്ഷേ പാലക്കാട് ഞങ്ങൾ കവർ ചെയ്യും. കപ്പ് ഞങ്ങൾ നേടുന്നുള്ള ഉറപ്പാണ് ഞങ്ങൾക്ക്. ഇരട്ടി മധുരമുണ്ട് അല്ലേ? കാരണം നമ്മളെ മണ്ണിൽ നിന്ന് നമ്മൾ നേടുന്നു. അതെ, കോഴിക്കോട് തന്നെ കുട്ടികൾക്കുള്ള ഒരു എക്സൈറ്റ്മെൻറ്റാണ്, കുട്ടികൾക്കുള്ള പ്രോത്സാഹനമാണ്. നെക്സ്റ്റ് ഇയറിലേക്കുള്ള കപ്പ് നേടാനുള്ളൊരു പ്രചോദനം കൂടിയാണ് ഈ വർഷത്തെ കപ്പ് നേട്ടം. പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതുവരെയൊക്കെയുള്ളത് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഏതെല്ലാം മത്സരിച്ചത്? ഞാൻ ശാസ്ത്രീയ സംഗീതം HS. നമുക്ക് പ്രേക്ഷകർക്കായിട്ടേ 2 വരിയൊന്ന് തുറക്കാല്ലേ? ഐശ്വര്യം തുടങ്ങിയാലോ? പരലോക മനസായ പരലോക സാധനമേ മനസായ പരലോക സാധനമേ മനസായ പരലോക സാധനമേ മനസായ പരലോക സാധനമേ. തുടക്കം വളരെ സംഗീതസന്ദ്രമാണ്. ഇന്ന് വളരെ മധുരിതമാവട്ടെ. ഇന്നത്തെ ദിവസം മുഴുവൻ കോഴിക്കോടിൻ്റെ ആധിപത്യം തുടരാനും മണ്ണിൽ വെച്ച്, സ്വന്തം നാട്ടിൽ വെച്ച് ഈ കപ്പിൽ മുത്തോടാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ വളരെ നേരത്തെ ഞങ്ങളോടൊപ്പം പങ്കുചേർന്നതിന് നന്ദി. നമുക്കിനി ഇതിലേറ്റവും വളരെ ശ്രദ്ധേയമായ ഒരു മത്സരം ഇന്നലെ നടന്നിരുന്നു. സംഘനൃത്തത്തിൻ്റെ വേദിയിലായിരുന്നു അത്. തൃശ്ശൂരിൽ നിന്നുള്ള മറ്റത്തൂരിലെ കുട്ടികളുടെ ഡാൻസ് വളരെ വ്യത്യസ്തമായത് അതിൻ്റെ തീമിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടായിരുന്നു. കേരളത്തിലെ 14 ജില്ലകളെയും കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു തീമായിരുന്നു അവർ സംഘനൃത്ത വേദിയിൽ അവതരിപ്പിച്ചത്. നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് പോവാം. ശനിയാഴ്ച പുലർച്ചെ 12:30 ഇപ്പോൾ സമയം. പ്രധാന വേദിയിലെ സംഘനൃത്ത മത്സരങ്ങൾ അവസാനിച്ചിരിക്കുന്നു. പക്ഷെ ഈ സമയത്ത് നമ്മോടൊപ്പം ചേരുന്നത് ഈ മത്സരത്തിൽ വളരെ വ്യത്യസ്തമായ, ഇതുവരെ ആരും അവതരിപ്പിക്കാത്ത ഒരു തീം അവതരിപ്പിച്ച ഒരു ടീമാണ് തൃശ്ശൂരിൽ നിന്നുള്ള മറ്റത്തൂർ സ്കൂളിലെ കുട്ടികൾ. അവരുടെ നൃത്തം ആദ്യം നമുക്കൊന്ന് കാണാം.
ഒരു കാര്യം ഉറപ്പാണ്, ഇതുപോലൊരു നൃത്തം മറ്റാരും ഇവിടെ അവതരിപ്പിച്ച് കാണില്ല. കാരണം കേരളത്തിലെ 14 ജില്ലകളെയും തനതായ രീതിയിൽ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു നൃത്തമാണ് അവതരിപ്പിച്ചത്. നമുക്ക് കുട്ടികളോട് ചോദിക്കാം. വളരെ വ്യത്യസ്തമായൊരു ഡാൻസ് ആയിരുന്നു. ആരായിരുന്നു ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചത്? ഞങ്ങളുടെ മാഷായ അരുൺ നമ്പിലത്ത് ആണ് ഈ പാട്ട് ഇതായത്. എന്താ മാഷ് പറഞ്ഞു? ഇതിപ്പോ സബ് ജില്ല മുതൽ നിങ്ങൾ ഇതായിരിക്കുമല്ലോ അവതരിപ്പിച്ചത്. അതെ. മാഷ് എന്താ നിങ്ങൾ പഠിപ്പിച്ചത്? എന്താണ് ആദ്യം മാഷ് ഇതിനെ പറ്റി പറഞ്ഞത് നിങ്ങളോട്? മാഷി ശരിക്കും പറഞ്ഞ ഫോക്ക് സ്റ്റൈലാണ് കൂടുതൽ എടുക്കാറ്, ഫുള്ള് ഫോക്ക് സ്റ്റൈല്. പിന്നെ എപ്പോഴും അതല്ല എടുക്കണേ. പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി എടുത്തപ്പോ പിന്നെ മാഷിന് തോന്നിയിട്ടുണ്ടാവും ഇങ്ങനെ എല്ലാ ജില്ലകളെയും കുറിച്ച്. അതാകുമ്പോ എന്നിട്ട് കാണണ സാധാരണ ജനങ്ങൾക്കും ഒരു ഇതുണ്ടാവല്ലോ. ഇത് ആദ്യം അവതരിപ്പിച്ച് നിങ്ങൾക്ക് എന്താ തോന്നിയത്? ആദ്യം വെച്ചപ്പോ ഞങ്ങൾക്ക് ഭയങ്കര ഓഡിയൻസ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. നല്ല എല്ലാവരുടെയും ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. ഇപ്പൊ ഇവിടെ നിങ്ങൾ ഒരുപാട് ഡാൻസ് ഇതിനോടൊപ്പം കണ്ടു കഴിഞ്ഞു. നിങ്ങളെ പോലെ ഡാൻസ് ആരും അവതരിപ്പിച്ചിട്ടില്ല. അപ്പൊ എന്താ തോന്നുന്നത്? വളരെ സന്തോഷമുണ്ട്. മാഷി ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം എടുത്ത് തീം എടുത്തായിരുന്നു. നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടിയിട്ട് 2 സ്റ്റെപ്പ് എടുക്കാൻ പറ്റുമോ? കണ്ടിട്ടില്ലേ? വാ കാസർഗോഡ് വാ. കണ്ണൂര് കണ്ണൂര് ഇത് കണ്ണൂര് കണ്ണൂര് പാടണ കണ്ണൂര് ഇൻകുല ഇൻകുല ഇൻകുലാം സിന്ദാബ കണ്ണൂർ കട്ടി മുത്തപ്പമ്മ കണ്ണൂര് ചെങ്കലരാമി കണ്ണൂര് ചുരമേറി വനമേറി വന്നിത വയനാടൻ ആദിവാസി ഈ വൈകിയ സമയത്തും നമുക്ക് വേണ്ടി അവരുടെ നൃത്തത്തിന്റെ കുറച്ച് സ്റ്റെപ്പ് അവരെടുത്തതിന് നമുക്ക് അവരോട് വളരെ അഭിനന്ദിക്കാനുണ്ട്, നന്ദിയുണ്ട്. പക്ഷേ നമ്മളെ റിസൾട്ടിന് ചെറിയ പ്രശ്നമുണ്ടല്ലേ? അവള് വിധി കാത്തു നിൽക്കാറുണ്ടല്ലേ? എന്താണ് എ ഗ്രേഡ് കിട്ടുന്ന പ്രതീക്ഷിക്കുന്നുണ്ടോ? അറിയില്ല. എ ഗ്രേഡ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ആരൊക്കെ കിട്ടുകയല്ലേ? ഞങ്ങൾ കോർട്ട് വഴി അപ്പീൽ വെച്ച് വന്നപ്പോ അവരെക്കാട്ടും കവർ ചെയ്യാനല്ലേ വാല്യൂ ഉണ്ടാവും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ ശരിക്ക് കേരളത്തിന്റെ ഒരു തനത് സംസ്കാരം അതാണ് നിങ്ങൾ ഈ നൃത്തത്തിലൂടെ അല്ലെങ്കിൽ തനത് രൂപമാണ് നിങ്ങൾ കാണിച്ചത്. ഇത് ചെയ്യുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ ഒരു ധാരണ തോന്നിയിരുന്നു? പ്രത്യേകിച്ച് അങ്ങനെ ആദ്യം വരികളിലൊന്നും സാമ്യം ഉണ്ടായിരുന്നില്ല. സ്റ്റെപ്പുകൾ മാത്രം പഠിക്കായിരുന്നു. പിന്നെ അതിന്റെ വരികൾ മനസ്സിലാക്കി പഠിക്കാൻ മാഷ് പറഞ്ഞു തന്നു. അപ്പോഴാണ് ഓരോരോ കാര്യങ്ങൾ ഇന്ന വൃത്തിക്കാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായത്. അപ്പോഴാണ് ഇതിന്റെ കൺസെപ്റ്റ് ഒന്ന് പിടികിട്ടിയത്. എനിക്കതൊരു വളരെ ഡിഫറെന്റ് ആയ സംഭവം അല്ലേ? വളരെ ഡിഫറെന്റ് ആണ്. ഞാൻ ഇത്രയും നാളായിട്ടും ഗ്രൂപ്പ് ഡാൻസിനൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പുതിയ തരത്തിലാണ് മാഷ് ഇങ്ങനെ ഒരു പുതിയൊരു വെറൈറ്റി ആയിട്ട് പാട്ട് തന്നത്. എന്താണെങ്കിലും കലോത്സവത്തിന്റെ വേദിയിൽ ഇത്രയും വ്യത്യസ്തമായ, ഇത്രയും യുണീക്ക് ആയിട്ടുള്ള ഒരു തീം കൊണ്ടുവരാനും അവതരിപ്പിക്കാനും കഴിഞ്ഞതിൽ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ മികച്ച ഗ്രേഡും മികച്ച ഇനിയുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് കിട്ടട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ്. ഈ വൈകിയ വേളയിലും കലോത്സവ വേദിയിൽ ഞങ്ങളോടൊപ്പം ചേർന്ന മറ്റത്തൂരിലെ മിടുക്കികൾക്കൊപ്പം ക്യാമറമാൻ അഖിലോട്ട് പറക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. അപ്പോൾ മറ്റത്തൂരിലെ കുട്ടികളുടെ ഡാൻസ് അങ്ങനെയാണ്. നമുക്കിനി ഈ മറ്റൊരു ടീമിലേക്ക് പോകേണ്ടതുണ്ട്. പാലക്കാട് നിലവിലെ ജേതാക്കളാണ് പാലക്കാടിന്റെ പ്രതിനിധികൾ നമ്മുടെ ഒപ്പം ഉണ്ട്. മാത്രമല്ല പാലക്കാടിന്റെ അഭിമാനമായ ഗുരുകുലം സ്കൂളിലെ കുട്ടികളൊപ്പം നമ്മൾ അശ്വിനും ചേരുന്നുണ്ട്. നമുക്ക് ആദ്യം സംഘാടകരോട്, പാലക്കാട് ടീമിന്റെ കോർഡിനേറ്റേഴ്സിനോട് ചേരണം. നമ്മൾ പ്രതീക്ഷിച്ച ഒരു കുതിപ്പ് തുടരാൻ കഴിഞ്ഞോ? ഞങ്ങൾ അവസാനം വരെ ഇപ്പോഴും പ്രതീക്ഷയിലാണ്. അവസാനത്തെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് വരെ, ഞങ്ങളെ കുട്ടികൾ കൊടുത്ത അപ്പീൽ പരിഗണിക്കുന്നത് വരെ, അവസാന നിമിഷം വരെ കപ്പ് പ്രതീക്ഷയിൽ തന്നെയാണ് പാലക്കാട് ജില്ല എപ്പോഴും നിൽക്കുന്നത്. സ്വാഭാവികമായും ചില കാര്യങ്ങൾ, ഞങ്ങൾ പ്രതീക്ഷിച്ച ചില ഇനങ്ങളിൽ ഉയർന്ന ഗ്രേഡ് കിട്ടാത്തതാണ് ചില കാര്യത്തിൽ ഞങ്ങൾ ഒത്തിരി പുറകോട്ട് പോകാനുണ്ടായ കാരണം. എന്തായാലും ഞങ്ങൾ അവസാന നിമിഷം വരെ പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഏതൊക്കെ ഇനങ്ങൾ ഇത്തവണ മത്സരിച്ചില്ല എന്ന് പറഞ്ഞു? 5 ഐറ്റങ്ങൾ മത്സരിച്ചില്ല. വീണ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം, പിന്നെ അത് കഴിഞ്ഞാൽ പിള്ളേരുടെ കുച്ചിപ്പിടി ബോയ്സും ഹയർ സെക്കൻഡറി ഉണ്ടായില്ല, ഹൈസ്കൂൾ ഉണ്ടായില്ല. പിന്നെ കേരള നടനം ഹയർ സെക്കൻഡറി ഉണ്ടായില്ല. ഈ 5 ഐറ്റത്തിൻ്റെ കുറവ് വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോഴും ഞങ്ങൾ 10 ഹയർ അപ്പീൽ പെൻഡിങ് ഉണ്ട്. ഇനി 10 മത്സരങ്ങൾ നടക്കാനുണ്ട്. പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഇവരുടെ ഏറ്റവും വലിയൊരു കരുത്ത് ഗുരുകുലം സ്കൂളാണ്.
ഗുരുകുലം സ്കൂൾ തുടർച്ചയായി 10ാം തവണയാണ് ഏറ്റവും മികച്ച സ്കൂളിനുള്ള ആ ഒരു നേട്ടം സ്വന്തമാക്കുന്നത്. ഇത്തവണയും അവരത് ആവർത്തിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. നമ്മോടൊപ്പം ഗുരുകുലം സ്കൂളിൻ്റെ കൂടെ അശ്വിൻ വല്ലത്ത് ചേരുന്നുണ്ട്. അശ്വിനിലേക്ക്. അനുമോദ് പറഞ്ഞതുപോലെ ഇതൊരു വല്ലാത്ത ടീമാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് അതായത് ഈ വർഷവും ചേർത്ത് 10ാമത്തെ വർഷമാണ് ഇവരിങ്ങനെ സമഗ്ര ആധിപത്യമാണ് കലോത്സവത്തിലൊക്കെ. ഇതെങ്ങനെ സാധിക്കുന്നത്? ഇത് 2002 മുതൽ ഞങ്ങൾ കണ്ടൊരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം എന്ന് വേണമെങ്കിൽ പറയാം. 2002 ഞങ്ങൾ ആദ്യമായിട്ട് സംസ്ഥാന കലോത്സവത്തിലെ BSS ഗുരുകുലം പങ്കെടുക്കുന്നത്. ഇന്ന് 2022 നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി കേരളത്തിന്റെ കലാകിരീടം മറ്റൊരു ശിരസിലും വെക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട് കാർമൽ സ്കൂളായിരുന്നു മുന്നിലെ, നിങ്ങൾ കുറച്ചൊന്ന് പതറി. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ലല്ലോ, കൊതിക്കാനല്ലേ. അപ്പൊ ഞങ്ങൾ പതുങ്ങുന്നത് ഞങ്ങൾക്ക് വ്യക്തമായ പ്ലാനുകൾ ഉണ്ടായിരുന്നു. ക്രമത്തിനനുസരിച്ചല്ലേ നമ്മൾ മുന്നോട്ട് വരികയുള്ളൂ. അപ്പൊ മത്സരം അവസാനിക്കുന്ന ഘട്ടത്തിൽ ആരാണ് ചാമ്പ്യന്മാരാണെന്ന് കാത്തിരുന്ന് കാണുക. തീർച്ചയായിട്ടും ഗുരുകുലം 10ാമത്തെ തവണയും കിരീടം നേടിയിരിക്കും. ഓക്കെ, അപ്പം പക്ഷെ ഇന്നിനിയും ഇതുണ്ട്, എന്തെങ്കിലും മാറ്റങ്ങൾക്ക് സാധ്യത? ഇനി ഒരു മാറ്റങ്ങൾക്കും സാധ്യതയില്ല. കാരണം നമ്മൾ വളരെ മുന്നിലാണ്. ഇനി നമുക്കൊരു ഐറ്റം കൂടിയുണ്ട് ഇന്ന്, അവർക്ക് 2 ഐറ്റം ഉണ്ട്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും പോയിന്റ് നിലയിൽ ഓവറോൾ ചാമ്പ്യൻസ് ഗുരുകുലമായിരിക്കും. ബെസ്റ്റ് ഹൈസ്കൂൾ 10ാം തവണയും ഗുരുകുലം തന്നെയായിരിക്കും. നിങ്ങളൊക്കെ ഇപ്പോഴേ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. അപ്പം ഈ ഇങ്ങനെ 10ാമത്തെ തവണയും നിങ്ങളിങ്ങനെ 1ാം സ്ഥാനത്തേക്ക് എത്തുന്നു, എന്ത് തോന്നുന്നു? നിങ്ങളെ ടീമാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിന് പിന്നിൽ ഞങ്ങളെ കുട്ടികളുടെ ഒരു സപ്പോർട്ടിനായി നിൽക്കുന്ന ടീച്ചേഴ്സും പാരൻസും സ്കൂളിലത്തെ എല്ലാവരും, പ്രിൻസിപ്പൽ സാറായാലും ഇപ്പോൾ ഞങ്ങൾക്ക് ഫുഡിന് വേണ്ടി ചെയ്യുന്ന ചേച്ചിമാരും മെസ്സിലത്തെ ചേച്ചിമാരും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും എത്താൻ സാധിച്ചത്. നമുക്ക് ഈ വലിയൊരു വിജയം നേടാൻ സാധിച്ചത് ഇവരെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും കൊണ്ടാണ്. സാധാരണ ഈ കലോത്സവത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ അവരവരിങ്ങനെ അവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പോകും. പക്ഷെ നിങ്ങളിങ്ങനെ ഒരു വലിയ ടീമായിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. സാധാരണ എപ്പോഴും കലോത്സവങ്ങൾക്കൊക്കെ ഇങ്ങനെയാണോ? അതെ, ഞങ്ങൾ വരാറുണ്ട് സപ്പോർട്ട് ചെയ്യാൻ, ഞങ്ങളുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാനും ഫൈനലിൽ കപ്പടിക്കാനും. ഞങ്ങളിത് 9 കൊല്ലമായിട്ട് ചെയ്തു തരുന്ന ഒരു ശീലമാണ്. ഈ ടീം സ്പിരിറ്റ് തന്നെയാണ് അല്ലെ നിങ്ങൾ എങ്ങനെ എത്തിച്ചിരിക്കുന്നത്? ടീം സ്പിരിറ്റ് എപ്പോഴും ഉണ്ട്. അതെ, ഇവരൊക്കെ വലിയ ആവേശത്തിലാണ്. കാരണം ഇത് 10ാമത്തെ തവണ, അതൊരു വലിയ സംഭവമാണ്. അപ്പം അങ്ങനെ എത്തുന്ന ഒരു സ്കൂൾ എന്ന് പറയുന്നത്, നമുക്കിനി ഈ സന്തോഷം പങ്കുവെക്കാൻ ഒരു പാട്ടൊക്കെ ആയാലോ? ആരാ പാടുക ഈ കൂട്ടത്തിൽ? പാട്ടുകാരൊക്കെ കുറെ പേരുണ്ടാവൂലേ? വരും ഇങ്ങോട്ടേക്ക് താരകമാം പാരിതരാം ആദിനൂറതായ് താജരായാദരരാ മീമ് കാമിലായ് പാരമായ തേജസ്സിലെ പാരിലേറി രാജാ ഇനാലെ നേരിതിലെ ആമിനാബിരോജ ആരും പോലുമാ ആകെ ചേലുമാ നേരമക്കദിക്കിലൊക്കെ ഹക്കിൻ ദീപമായി താരകമാം പാരിതരം ആദിനൂറതായ് താജരായാദരര മീമ് കാമിലായ്. വട്ടപ്പാട്ടിനും അതേപോലെ നിങ്ങൾ ഉണ്ടായിരുന്നില്ല? വട്ടപ്പാട്ടിന്റെ എന്താ സ്ഥിതി? വട്ടപ്പാട്ട് ഒപ്പമില ചെല്ലമിലെ വെത്തിലമേല ചൊല്ലിടും മാലകൾ ചേല പാട്ടുകൾ പാടിടും ലൈലായ്. ഒപ്പമില ചെല്ലമിലെ വെത്തിലമേല ചൊല്ലിടും മാലകൾ ചേല പാട്ടുകൾ പാടിടും ലൈലായ്. ഒത്തിടാനെടുത്തു നൂറതും പുരട്ടിടലായി ചുണ്ടുകൾ ചോപ്പിടും ലൗനായി പണ്ഡിതർ കാരണന്മാരായി നൂറതും പുരട്ടിടലായി ചുണ്ടുകൾ ചോപ്പിടും ലൗനായി പണ്ഡിതർ കാരണന്മാരായി. കാരണോരാകെയും കിസ്സയോതുന്നേ കാലങ്ങൾ മനമേകുന്നേ ഏകിടും എത്തില പലവിധ കോലം എന്തൊരു ചന്തമിൽ വെത്തില വാലൻ കേമിത്ത തിരൂരിലെ വെത്തില തിന്നാടും ഷഹറത്തിലാ
ശൂരത്താലെ മികവിത് ചൊല്ലാൻ ചൂരിതമാം ചുവപ്പിതുവെല്ലാം എല്ലാരും ഉല്ലാസത്തിൽ വെത്തില തിന്നാ മുണ്ടിയൊരുന്ന അവിടെ ഒരു മാപ്പിളപ്പാട്ടുകാരി ഉണ്ട്, പാടൂലേ? ഇന്നിതാ ശുക്രും വിണ്ടതിനാൽ കതിത്താനേ മജ്ലിസിൽ ആശിക്കത്തോറും മർഹബയായി ഊരത്താനേ ഉന്നിടാൻ മിന്നുന്നി സിറാജ ഉത്തമീ തക്ക് തുമ്മലൈ ഫൗജ അഹ്മർ ലൗനിൽ മഹ്റോജ റോജയിൽ രാഗങ്ങളും പാടാൻ ആടുത്താനേ മജ്ലിസിൽ ആശിക്കത്തോറും മർഹബയായി ഊരത്താനേ. ഇതാ ഇവിടെ ഇനി ആരെങ്കിലും ഇതെന്താ കഴിക്കെന്താ പറ്റിയേ? ഒടിഞ്ഞോ? എങ്ങനെ മത്സരത്തിന്റെ ഇടയിൽ ജില്ലാ കലോത്സവത്തിന് 2 ദിവസം മുമ്പ് ഫുട്ബോൾ കളിച്ചപ്പോൾ ഓടിഞ്ഞാണ്. ആണോ? അവര് ഈ ചോര എന്തിക്കൊണ്ട് വന്നവരുണ്ടല്ലോ ഞങ്ങൾ ഓക്കെ. പാട്ട് പാടുവോ? തുടങ്ങിയോ? പന്തലിനു താഴെ നല്ലോരാരങ്ങാതിലു കണ്ടേന്തി മൃദേ വെൺമാവീളാക്കും കോളൂത്തീവ ചേന്തകതി മൃദേ വെൺമാവീളാക്കിന്നൊരു ദീപം കണ്ടേന്തകതി മൃദേ ബാലരാം ഞങ്ങളിന്ന് സഭയിൽ കളി തുടങ്ങുകയായി. ഒന്നാം സ്ഥാനത്തേക്ക് കടക്കുന്ന ഒരു സ്കൂളിന്റെ വിജയാഘോഷങ്ങളാണ് നമ്മൾ കണ്ടത്. പാലക്കാട് ഗുരുകുലം സ്കൂൾ വീണ്ടും റെക്കോർഡ് തീർക്കുന്നു. അങ്ങനെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായി 10ാം തവണ ഒന്നാം സ്ഥാനം നിലനിർത്തുന്നു. അവരുടെ ആവേശമാണ് അനുമോദ് കണ്ടത്. അശ്വിനെ, പൊളി വൈബ്, ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട്. എന്താ എനർജി! ഈ കുട്ടികളുടെ ഈ പെർഫോമൻസ് ഉണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട്. നമുക്കെന്താണെങ്കിലും ഇതേപോലെ ഇനി ഒരു അടിപൊളിയായിട്ടുള്ള വേറൊരു കാഴ്ചയിലേക്ക് പോകുന്നുണ്ട്. കാരണം കോഴിക്കോട് ബീച്ചിലേക്ക്. കോഴിക്കോട് ബീച്ച് കോഴിക്കോടിന്റെ ഒരു പരിച്ഛേദമാണ്. നമുക്ക് അവിടെ നിന്നും കോഴിക്കോട്ടുകാരുടെ റിയാക്ഷനും അവരുടെ അനുഭവങ്ങളും ഒക്കെ പങ്കുവെക്കാൻ സുവി വിശ്വനാഥനാണ് നമ്മുടെ ഒപ്പം ചേരുന്നത്. സുവിയിലേക്ക്. അനുമോദ് പറഞ്ഞതുപോലെ മനോഹരമാണ് കോഴിക്കോട് ബീച്ച്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ ഈ കോഴിക്കോട് ബീച്ചിൽ ചുറ്റിപ്പറ്റിയാണ് ചെലവിട്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ പ്രഭാത സമയങ്ങളെല്ലാം തന്നെ വളരെ മനോഹരമാണ്. ഇവിടെ മോർണിംഗ് വാക്കിനുൾപ്പെടെ എത്തിയ ആളുകളുണ്ട്. ഏതായാലും കഴിഞ്ഞ ഒരാഴ്ച കാലമായി വലിയ ഉത്സവമാണ് കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുന്നത്. കലോത്സവം കലയുടെ മാമാങ്കമാണ്. അതിനെ ഇരു കൈയും നീട്ടിയാണ് കോഴിക്കോട്ടുകാർ സ്വീകരിച്ചത്. നമുക്കറിയാം കോഴിക്കോട്ടുകാരുടെ ഒരു പ്രത്യേകത, എന്തിനേയും ആവേശത്തോടു കൂടി സ്വീകരിക്കുന്നവരാണ് കോഴിക്കോട്ടുകാർ. ഏതായാലും നമുക്കൊപ്പം കുറച്ച് സീനിയർ സിറ്റിസൺ ആയ ആളുകളുണ്ട്. ഏതായാലും സീനിയർ അല്ല എന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് അവരോട് ചോദിക്കാം, എന്താണ് കലോത്സവം എങ്ങനെയുണ്ടായിരുന്നു? കലോത്സവം നല്ല തിരക്കായിരുന്നു. പിന്നെ ഈ കലോത്സവത്തിൽ എന്ന് വെച്ചാൽ എൻ്റെ അടുത്തൊരു ഫ്രണ്ട്, എൻ്റെ മകള് പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് 9 മണിക്കാണ് അവളുടെ ഡാൻസ്. നാടോടി നൃത്തമാണ്. അപ്പം അതിനുവേണ്ടി പിന്നെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. ഇങ്ങനെ തന്നെയാണോ എല്ലാ ഉത്സവങ്ങളെയും സ്വീകരിക്കുന്ന മട്ടിലാണോ? കോഴിക്കോട് എന്ന് പറഞ്ഞ ഉത്സവം ഏതൊരു ഉത്സവത്തിനെ അവര് കൈയോടെ സ്വീകരിക്കും. ഇപ്പോൾ ഈ പ്രാവശ്യം അലുവ കൊടുത്തിട്ടാണ് സ്വീകരിച്ച കുട്ടികളെ. അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ ട്രോഫി വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ് കോഴിക്കോട് ഇപ്പം അരങ്ങത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പോയിന്റിൽ നിലയിൽ ഇപ്പോൾ കോഴിക്കോടാണ് മുന്നിട്ട് നിൽക്കുന്നത്. കപ്പ് തിരിച്ചു കൊടുക്കില്ല പാലക്കാട്ടേക്ക് എന്നുള്ളതാണ് കോഴിക്കോട്ടുകാർ പറയുന്നത്. അങ്ങനെ തന്നെയാണോ? കപ്പ് കൊടുക്കില്ലേ? കോഴിക്കോട് ചേട്ടാ, എന്താ അവസ്ഥ? 891 പോയിന്റ് ആണ് കോഴിക്കോടിന്. തൊട്ട് പിന്നിൽ കണ്ണൂരുണ്ട്. ഇല്ല, തീർച്ചയായിട്ടും അത് കോഴിക്കോട് തന്നെ വിൻ ചെയ്യും. കാരണം 8 പോയിന്റ് വ്യത്യാസമല്ലേ, തീർച്ചയായിട്ടും അതിനെ മറികടക്കാനുള്ള സാധ്യത ഇപ്പോഴത്തെ ഇതിൽ ഇല്ല. കണ്ണൂർ ചാൻസ് ഇല്ല. കോഴിക്കോടിനെ തീർച്ചയായിട്ടും വിൻ ചെയ്യും.
തിരിച്ചു വരും തീർച്ചയായും. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഒരു കലോത്സവം എങ്ങനെ ഉണ്ടായിരുന്നു? ജനബാഹുല്യ കോഴിക്കോട് എന്ത് നടന്നാലും ജനങ്ങൾ അത് രണ്ട് കൈയും കൂട്ടി സ്വീകരിക്കുന്ന നാടാണല്ലോ. അങ്ങനെ അപ്പൊ അതുകൊണ്ട് ജനപങ്കാളിത്തം ഇവിടെ എന്ത് പരിപാടി നടന്നാലും, അതുകൊണ്ടാണ് ഇപ്പൊ കേരളത്തിൽ ഈവന് കൊച്ചി പോലും പിന്തള്ളിക്കൊണ്ട് എല്ലാ പരിപാടികളും കോഴിക്കോട് വരുന്നത്. കാരണം വെച്ചാല് കൊച്ചി മെട്രോപൊളിറ്റൻ സിറ്റിയാണെന്ന് പണ്ട് പറയുന്നില്ല, പക്ഷെ ഇവിടാണ് ജനപങ്കാളിത്തവും സഹകരണവും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് ഇനിയുള്ള പരിപാടികളും അതിന് പിന്നാലെ പല പ്രോഗ്രാം വരാൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുള്ളത്. ചേട്ടാ എന്താ അവസ്ഥ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? തീർച്ചയായിട്ടും ട്രോഫി എന്തായാലും കോഴിക്കോട് തന്നെ കൊണ്ടുപോകും. കോഴിക്കോടിന് കിട്ടാനുള്ളതാണ്. എന്നാലും നിങ്ങൾ ആതിഥേയരല്ലേ, ഒന്ന് വിട്ടുകൊടുക്കണ്ടേ? ആതിഥേയരായതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ വർഷം നമ്മൾ വിട്ടുകൊടുക്കാതെ നമ്മൾ തന്നെ സ്വീകരിക്കും, അല്ലെങ്കിൽ നമ്മൾ അത് പിടിച്ചു വാങ്ങും എന്നുള്ളൊരു വാശിയിലാണ് നമ്മളുടെ ഈ കുട്ടികൾ മുഴുവൻ. അങ്ങനെ പറയുമ്പോൾ ഈ കണ്ണൂർക്കാർ നല്ല മത്സരമാണ് കാഴ്ചവെച്ചത്. തീർച്ചയായിട്ടും നല്ല മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടു കൂട്ടരും ബലാബലം ഇഞ്ചോടിഞ്ചോടുള്ള ഒരു മത്സരം തന്നെയാണ്. എന്നാലും കോഴിക്കോട് അവസാനം കോഴിക്കോടിനുള്ളതാണ് ട്രോഫി, അത് ഉറപ്പ്. ഏതായാലും ഇവര് വിട്ടുകൊടുക്കില്ല ട്രോഫി എന്നാണ് പറയുന്നത്. നമ്മോടൊപ്പം ഏതാനും ബൈക്ക് റൈഡേഴ്സ് ഉണ്ട്, അവരവിടെ തയ്യാറായി നിൽക്കുകയാണ്. കുറച്ചു നേരമായി. ഇവിടെ നിന്ന് എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? ഞങ്ങള് ഇന്ന് ഇവിടുത്തെ പോകുന്നത് നേരെ വയനാട്, അവിടുന്ന് കൽപ്പറ്റ, പിന്നെ ബത്തേരി, നിലമ്പൂർ അവസാനിക്കുന്ന 3 ദിവസത്തെ റൈഡാണ്. ഇന്നലെ കേരളത്തിന്റെ പല ഭാഗത്തുനിന്നും ആളുകൾ വന്ന് ഇവിടെ സ്റ്റേ ചെയ്തു. ഇന്ന് രാവിലെ ഫ്ലാഗ് ഓഫ് ആണ്. സേ നോ ടു ഡ്രഗ്, ലഹരി വിമുക്ത യാത്രയാണ് ഞങ്ങൾ എല്ലാ വർഷവും നടത്താറുണ്ട്. 1-2 യാത്ര. ഇവിടുത്തെ കലോത്സവ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിരുന്നോ? ഇന്നലെ ചില കാഴ്ചകൾ കണ്ടിരുന്നു, അതും കൂടി ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് രാവിലെ യാത്ര തിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ? നല്ല രസമായിരുന്നു. ഇവിടെ ബീച്ചിൽ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. അതേപോലെ കലോത്സവത്തിൽ ചില സ്ഥലങ്ങളൊക്കെ പോയി. ഇന്ന് ഞങ്ങൾ രാവിലെ ഞങ്ങളെ ഫ്ലാഗ് ഓഫ് ആണ്. ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് വിടാൻ പോവാണ്. ഏതായാലും ഇവർ ഇവിടെ നിന്ന് പോവുകയാണ്. പല ജില്ലക്കാരുണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. ചേട്ടാ, കലോത്സവ കാഴ്ചകൾ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. എവിടുന്നാ വരുന്നത്? ഞാൻ ഇടുക്കി കട്ടപ്പന. ആണോ? ഈ കോഴിക്കോടിന്റെ ഒരു ആതിഥേയത്വം അതെങ്ങനെയുണ്ട്? നിങ്ങൾ ഇടുക്കിക്കാർ മോശമാണെന്നല്ല പറയണേ. കൊള്ളാം, സൂപ്പർ സൂപ്പറാ, കൊള്ളാം. എങ്ങനെയുണ്ട് ഏട്ടാ? അടിപൊളി. വേദികളിലൊക്കെ പോയിരുന്നോ? വേദികള് മുഴുവൻ പോയില്ല, കുറച്ചൊക്കെ പോയി. പെർഫോമൻസ് എങ്ങനെയുണ്ട് മക്കളുടെ? മക്കളുടെ വളരെ ഡെവലപ്ഡ് ആണ് മക്കളൊക്കെ. മുമ്പത്തെ പേരൊന്നല്ല, വളരെ ഉഷാറായിട്ടാണ്. ചേട്ടാ, ഏത് ജില്ലയിൽ നിന്നാ വരുന്നത്? മലപ്പുറം 5ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കോഴിക്കോടാണ്. എന്താ നമ്മൾ അങ്ങ് കേറി പോരാത്തെ? വന്നോളും. ചേട്ടാ, മത്സരം എങ്ങനെയുണ്ട്? മത്സരം നന്നായിരുന്നു. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. പാലക്കാട് കപ്പടിക്കും എന്നാണ് ഞങ്ങൾ. പാലക്കാട് 3ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്തേക്ക് എത്തും. ഇനി കുറച്ച് മത്സരമേ ഉള്ളൂ, പ്രയാസാണ്. എന്നാലും എത്തും, അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഏതായാലും ശുഭപ്രതീക്ഷയിലാണ്. വിവിധ ജില്ലക്കാരാണ്. വലിയ ആവേശത്തിൽ തന്നെ ഇവര് ബൈക്ക് റൈഡേഴ്സ് ആണ്. ഇവിടെ നിന്ന് പോവുകയാണ്. 3 ദിവസത്തെ റൈഡാണെന്നാണ് പറഞ്ഞത്. ഏതായാലും കലോത്സവം നടക്കുന്നു. ഈ കലോത്സവ കാഴ്ചകൾ കണ്ടു. വലിയ ആവേശത്തിലാണ് ആളുകൾ ഉള്ളത്. കോഴിക്കോട്ടുകാർ, നമുക്കറിയാം കോഴിക്കോടിന്റെ ഒരു ആതിഥേയത്വം. അതേ രീതിയിൽ തന്നെ വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് കലോത്സവ മത്സരങ്ങളെല്ലാം തന്നെ നടന്നത്. ഇന്നിപ്പോൾ സമാപന ദിവസമാണ്. സത്യത്തിൽ ഇവിടെ നിന്ന് പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് പോലും ഒരു സങ്കടമാണ്. എങ്കിൽ കൂടിയും വലിയ ആവേശത്തിൽ തന്നെ ഇരു കൈയും നീട്ടിയാണ് കോഴിക്കോട്ടുകാർ കലോത്സവത്തെ സ്വീകരിച്ചത്. ഇനി ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ അതിന് തിരശ്ശീല വീരാൻ. ഇഞ്ചോടിഞ്ച് മത്സരമാണ് ജില്ലകൾ തമ്മിൽ നടക്കുന്നത്. ഏതായാലും ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ആതിഥേയ ജില്ലയായ കോഴിക്കോട് തന്നെയാണ്. അനുമോദിലേക്ക്. സുവി പറഞ്ഞതുപോലെ ഈ കോഴിക്കോട് കലോത്സവത്തിന്റെ അവസാന ദിവസത്തേക്ക് എത്തുമ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് തീരുകയാണല്ലോ ഒരു തോന്നല്. അത്രമാത്രം വലിയ ഒരു സ്നേഹബന്ധങ്ങൾ ഈ ഒരു നാട്ടിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. എല്ലാവരുമായി അത്ര ഇഴപ്പുള്ളവർ. ഇതിനൊക്കെ പുറമെ ഈ കലോത്സവത്തിന്റെ ഏറ്റവും വലിയ ഒരു വിജയം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നട്ടെല്ലായി തീർന്നത് അതിൻ്റെ സംഘാടനമാണ്. മികച്ച സംഘാടനം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മോടൊപ്പം എന്താണെങ്കിലും ഇനി ചേരാൻ പോകുന്നത് വിനേഷ് കുമാറാണ്. വിനേഷിനൊപ്പം മന്ത്രിമാരെ വി ശിവൻകുട്ടിയും PA മുഹമ്മദ് റിയാസുമുണ്ട്. വിനേഷിലേക്ക് പോകാം. 61ാമത് കലോത്സവം കോഴിക്കോടിൻ്റെ മണ്ണിൽ ഇന്ന് അവസാനിക്കുകയാണ്. കോഴിക്കോട് ജയിക്കുമോ, കണ്ണൂർ ജയിക്കുമോ, അതോ പാലക്കാടാണോ എന്നും നമുക്കറിയാൻ കഴിയും. പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച 2 മനുഷ്യന്മാരുണ്ട്. അതിൽ ഒരാൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടിയാണ്. മറ്റൊന്ന് ടൂറിസം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസാണ്. 2 പേരും ഇന്ന് ഈ മോർണിംഗ് വാക്ക് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സംഭവം കളറായല്ലോ അല്ലേ? എന്തായാലും
വളരെ നന്നായി തന്നെ നടത്തി തീർക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. അത് ഞങ്ങളുടെ എല്ലാവരുടെ ഒരു കൂട്ടായ പരിശ്രമമാണ്, നിങ്ങളടക്കമുള്ള ആൾക്കാരുടെ കൂട്ടായ ഒരു പരിശ്രമമാണ്. അപ്പോൾ പിന്നെ സംഘാടക സമിതി ചെയർമാൻ എന്ന നിലയിൽ മുഹമ്മദ് റിയാസ്, നമ്മുടെ വർക്കിംഗ് ചെയർമാൻ, അങ്ങനെ സംഘാടക സമിതിയായിട്ട് ബന്ധപ്പെട്ട് വളണ്ടിയർ മുതൽ ചെയർമാൻ അടക്കം മന്ത്രിമാരടക്കമുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ രൂപത്തിൽ വിജയിച്ചത്. ഇതിൽ ജനങ്ങളുടെ ഒരു വലിയ പങ്കാളിത്തമുണ്ട്. ഇന്നലത്തെ ജനമെന്ന് വെച്ചാൽ ഈ കോഴിക്കോട് നഗരം കണ്ടിട്ടുള്ളതിൽ ചില റെക്കോർഡ് ജനമാണിത്. അതുകൊണ്ട് എനിക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. വെച്ചാൽ 1 ഇഞ്ച് പോലും വാഹനം നീങ്ങുന്നില്ല, നടന്നു പോകാനും നിവൃത്തിയില്ല. അപ്പോൾ പൊതുവിലൊരു പിന്നെ മറ്റെവിടെ കിട്ടുന്നേക്കാൾ ഒരു ജനങ്ങളുടെ സപ്പോർട്ട് കോഴിക്കോട്ടുകാരെ ഏറ്റെടുക്കുകയായിരുന്നു എന്നാണ് പറയാൻ പറ്റുന്നത്. ഒന്ന്, അവർക്ക് രണ്ടാമത്തെ കാര്യം, ഒരു തർക്കമില്ല, ഒരു വിവാദമില്ല, ഒരു കലാപത്തിന്റെ അന്തരീക്ഷമില്ല, എല്ലാം സമാധാനത്തിന്റെ അന്തരീക്ഷം. അപ്പോൾ അവർക്കെല്ലാം വരാൻ വേണ്ടിയുള്ള ഒരു മാനസികാവസ്ഥയിൽ കൂടെ അവർക്ക് അവിടെ എത്തിച്ചു. ആദ്യം മുതൽ തന്നെ ഓടി നടന്ന ഒരു 1.5 വർഷത്തോളം എന്തായാലും മിനിസ്റ്റർ ഇതിൽ ഓടി നടന്നിട്ടുണ്ടാവുന്നതാണ്. ഒരു വർഷത്തിലധികം. 1 വർഷമല്ല, ഇത് കലോത്സവം തീരുമാനിച്ച അന്ന് മുതൽ നമ്മൾ തീരുമാനിച്ചിട്ട് എത്രയായിരുന്നു? ഒരു 2 മാസം 3 മാസം അതിന്റെ ഒരു ഓട്ടം ഉണ്ട്. അതിന്റെ ഒരു വിജയം കാണാനുണ്ട്. ഇപ്പൊ 5ാമത്തെ ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നു. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. കോഴിക്കോട്ടുകാരെ ഏറ്റെടുക്കുന്നു. എങ്ങനെയായിരുന്നു ഇതിന്റെ ഓരോ ഇത്? ആദ്യം ഞങ്ങൾ നിയമസഭയിൽ അടുത്തടുത്താണല്ലോ ഇരിക്കുന്നത്. ഈ സ്കൂളിൽ ഒരു ബെഞ്ചിൽ അടുത്തടുത്തിരിക്കുന്നത് പോലെ ഒരു ബന്ധം സ്വാഭാവികമായിട്ടുണ്ടാവും. അദ്ദേഹം ഇങ്ങനെ കോഴിക്കോട്ട് കലോത്സവം നടത്തുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചു. ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു കൂടെ അതിലുണ്ടാവും. സംഘാടക സമിതി രൂപീകരണ യോഗം മുതൽ ഇന്ന് വരെ ഒരു ടീം വർക്ക് അതിലുണ്ടായി. എല്ലാ കലോത്സവത്തിലും ഒരു പ്രശ്നം സമയത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ് പരിപാടികൾ. കുട്ടികൾ ഒരുപാട് പ്രയാസപ്പെടും, മേക്കപ്പ് ഇട്ട് കാത്തിരിക്കണം, എല്ലാ മേഖലയിലുള്ളവർക്കും അതിൻ്റെ പ്രയാസം. അത് പരിഹരിക്കാൻ ഞങ്ങൾ തന്നെ സമയം ഉറപ്പിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗത്തിന് നിശ്ചയിച്ച സമയത്തിന് 5 മിനിറ്റ് മുമ്പ് നേരത്തെ എത്തി. ഓരോ മീറ്റിങ്ങുകളും ഇപ്പോൾ 21 സബ് കമ്മിറ്റി ഉണ്ട്. 21 സബ് കമ്മിറ്റി വിവിധ റൗണ്ടുകളിലായി ഞങ്ങൾ പങ്കെടുത്തു. ആ മീറ്റിങ്ങുകളിലും സമയത്ത് ഞങ്ങൾ പോയി. അപ്പം പിന്നെ ആ തുടക്കത്തിൽ തുടങ്ങിയ സമയകൃത്യത അവസാനം വരെ എത്തി. അത് വലിയ ഗുണം കലോത്സവത്തിന് ചെയ്തു. ബിഫോർ ടൈം കലോത്സവം അവസാനിക്കാൻ പറ്റി. ഒരു ജനകീയത വന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുതൽ എല്ലാ മേഖലകളിലെ എല്ലാവരും ഈ കലോത്സവത്തിന്റെ പങ്കാളികളായി, സംഘാടകരായി. അതൊരു ജനകീയ സ്വഭാവം വന്നു. ഗ്രീൻ പ്രോട്ടോകോൾ ഉറപ്പിക്കാൻ എല്ലാവരും ഇടപെട്ടു. ശുചിത്വ തൊഴിലാളികളുടെ കഠിനാധ്വാനം എടുത്തു പറയണം. പോലീസിന്റെ ഇടപെടൽ പറയണം. യുവജനക്ഷേമ ബോർഡിന്റെ വളണ്ടിയർമാരുടെ ഇടപെടൽ പറയണം. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും നടത്തിയ കഠിന പ്രയത്നം പറയണം. എല്ലാ മേഖലകളിലുള്ളവരും ഇതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ജനപ്രതിനിധികളും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെ ഒരു ടീമായി നിന്നു. ഈ മാനുവൽ പരിഷ്കരണം അടുത്ത വർഷം നമുക്ക് ഈ 61ാമത് ഫെസ്റ്റിവലാണല്ലോ ഇത്. അതെ, 57 ആരംഭിച്ചതാണ്. ഇടയ്ക്ക് 1 പ്രാവശ്യം മറ്റാണ് മാനുവൽ പരിഷ്കരിച്ചിട്ടുള്ളത്. നമുക്ക് ഈ കാലഘട്ടത്തിനനുസരിച്ച് മാനുവലിന്റെ പരിഷ്കാരം വേണ്ടിയിരിക്കുന്നു. അത് ഒരുപാട് രംഗങ്ങളിൽ അത് ആ മാറ്റം വേണ്ടിയിരിക്കുന്നു. ജഡ്ജസിന്റെ കാര്യത്തിലായിരുന്നാൽ, സംഘാടനത്തിന്റെ കാര്യത്തിലായിരുന്നാൽ, സ്റ്റേജ് മാനേജ്മെന്റിന്റെ കാര്യത്തിലായിരുന്നാൽ, ഈ ഭക്ഷണം കൊടുക്കുന്നതിന്റെ കാര്യത്തിലൊക്കെ തന്നെ നമുക്ക് പിന്നെ ഒരു പുതിയ ഒരു വേണ്ടിയിരിക്കുന്നു. ജഡ്ജസിന്റെ തെരഞ്ഞെടുപ്പിന്റെ രീതിയിൽ ഒരു കാര്യം ഞങ്ങൾക്ക് വളരെ അഭിമാനം തോന്നുന്ന ടെൻഷനാണ് ഞങ്ങൾക്ക്. ഓരോ മത്സരം കഴിയുന്നവരും ഒരു വിവാദം ഉണ്ടാവല്ലേ എന്നുള്ള ജഡ്ജസിന്റെ ഫലപ്രഖ്യാപനത്തിൽ ഒരു അവസരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ. അതാണല്ലോ ഒരു ഫെസ്റ്റിവലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിധികർത്താക്കൾ പറയുന്ന വിധി ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, മത്സരാർത്ഥികൾ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ കാലങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ നമ്മളിപ്പോൾ സംസ്കൃത കലോത്സവം അതുപോലെ തന്നെ അറബി കലോത്സവം മാതൃകയിൽ തന്നെ ഈ ഗോത്ര കലോത്സവം കൂടി ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഗോത്ര കലകളും അനുഷ്ഠാന കലകളും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ കലകൾ കൂടി ഒരു അവസരം കൊടുക്കണമെന്നുള്ള നിലയിലുള്ള കാര്യം വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വിവാദമല്ല, ഒരു ആവശ്യം. പക്ഷെ അത് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ കുറച്ച് ആളുകൾ അതൊരു ആവശ്യമായിട്ട് വന്നു. പെട്ടെന്നൊന്നും ഒരു സോഷ്യൽ മീഡിയയിൽ നിന്നിപ്പോ നിങ്ങൾക്കറിയാലോ, ഒരു നിയന്ത്രണമില്ലല്ലോ, എന്തുകൊണ്ടോ പറയാം. അത് അവരുടെ വിമർശനം നല്ല വിമർശനമാണെങ്കിൽ ഉൾക്കൊള്ളാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ 5 ദിവസം കൊണ്ട് 30,000 പേർക്ക് ഇത് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? അത് മാത്രമല്ല, അതിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ നോൺ വെജിറ്റേറിയൻ പിന്നെ സ്പോർട്സിലെ കുട്ടികൾ കൊടുക്കുന്ന പോലെയല്ല നൃത്തം ചെയ്യുന്ന കുട്ടികൾക്ക് ഈ കാര്യം കൊടുക്കുന്നത്. അതിന്റെ ആ കാര്യങ്ങളെല്ലാം ശാസ്ത്രീയമായി ആലോചിച്ചിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. 14,000 കുട്ടികളുടെ
കുട്ടികളുടെ പ്രശ്നമാണ്. അത് ഏതെങ്കിലും ഒരു മീഡിയ പറഞ്ഞെന്ന് മാത്രം അതിന്റെ പുറകെ നമുക്ക് ഒഴുകി പോകാൻ വേണ്ടി പറ്റില്ല. ഗവൺമെന്റ് അതിനനുസരിച്ച് നയം ഉണ്ടാവും. അതെ, വേദികളിൽ നിന്ന് മറ്റൊരു വേദികളിലേക്ക് എത്തുന്നതിനുള്ള ഈ കുട്ടികളുടെയൊക്കെ ഒരു ബുദ്ധിമുട്ട് അവർ പറയുന്നുണ്ടായിരുന്നു. ഈ ബ്ലോക്കിന്റെ ഇത്തവണ ഞങ്ങൾ കലോത്സവ വണ്ടി ഏർപ്പാട് ചെയ്ത് വലിയ ഗുണം ചെയ്തു. വേദിയിൽ നിന്ന് വേദിയിലേക്ക് എത്താൻ പ്രത്യേക വാഹന സർവീസ്, അത് വലിയ മാറ്റം ഉണ്ടാക്കി. വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ചെറിയ മാറ്റമല്ല, അത് ഒരുപാട് പരാതികൾ അതിൽ ഒഴിഞ്ഞു കിട്ടി. ഓട്ടോറിക്ഷ തൊഴിലാളികൾ സൗജന്യമായി കുട്ടികളെ കൊണ്ടുവരാൻ ഉള്ള ഒരു തയ്യാറെടുപ്പ് നടത്തി ഇടപെട്ട് ഇറങ്ങി. അതൊക്കെ ഒരു പുതുമ നിറഞ്ഞ ഇടപെടലാണ്. പക്ഷെ നിങ്ങൾ നോക്കും, നിലത്തേക്ക് ക്രൗഡ് വെച്ച് നോക്കുമ്പോൾ മനുഷ്യസാധ്യമാണോ? നിങ്ങൾക്ക് നീങ്ങാൻ വേണ്ടി പറ്റുമോ? എനിക്ക് നീങ്ങാൻ പറ്റില്ല. ഞാൻ ഗസ്റ്റ് ഹൗസിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു 7 മണിയാകുമ്പോൾ തിരിച്ച് പോകുന്നത്. കാരണം ഈ പൈലറ്റ് വാഹനവും ഇതെല്ലാം കൊണ്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ച് തിരിച്ചു കയറി പോകുന്നു. കാരണം അത്ര ജനമാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു കുട്ടിക്ക് പോലും പരാതിയില്ല. പിന്നെ ക്രൗഡ്, അതുകൊണ്ട് എനിക്ക് ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ള പരാതികളില്ലാതെ തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ റിയാസ്കയോട് പിന്നെ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് ടൂറിസമായിട്ട് ഇതിനെ ഏതെങ്കിലും രീതിയിൽ ഈ കലോത്സവം തീർച്ചയായിട്ടും, കാരണം ലോകത്ത് തന്നെ ഒരു വിരലിലെണ്ണാവുന്ന ജനപങ്കാളിത്തവും ജനകീയ സംഘാടനവും കൊണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു കലോത്സവമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമാണ് ലോകത്ത് തന്നെ. അപ്പോൾ ഇത് കേരളത്തിന് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഈ കലോത്സവ സംഘാടനം, കലോത്സവത്തിൻ്റെ ഭാഗമായുള്ള പരിപാടികൾ, ജനങ്ങളുടെ ഐക്യം, ഇവിടുത്തെ മതസൗഹാർദ്ദം, ഇതൊക്കെ ലോക സഞ്ചാരികളെ, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ സഞ്ചാരികളെ ആകർഷിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇത്തവണ തന്നെ ടൂറിസം വകുപ്പ് ഇലൂമിനേഷൻ ലൈറ്റിംഗ് മാനേജർ സ്ക്വയറിൽ കനകക്കുന്ന് പോലെ നടത്തി. അത് വലിയൊരു ഹിറ്റായി. അതുപോലെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട്ടിലേക്ക് പ്രതിഭകളെ വലിയ ബസ്സിൽ യാത്ര ചെയ്യിക്കാൻ സൗകര്യമൊരുക്കി. അവിടെ ബഷീറിൻ്റെ ബേപ്പൂർ സുൽത്താൻ്റെ മകൻ അനീസ് ബഷീർ അവരെ സ്വീകരിച്ചു. കാരവൺ കേരളത്തിൽ പ്രധാനപ്പെട്ട ഹിറ്റായ ഒരു ടൂറിസം പ്രൊഡക്റ്റാണ്. ടൈം മാഗസിൻ എടുത്തു പറഞ്ഞതാണ്. കാരവണിൽ പ്രതിഭകളെ കോഴിക്കോട് മേയർക്കൊപ്പം നഗരത്തിലൂടെ ചുറ്റിച്ചു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക്. അപ്പോൾ ഇതൊക്കെ ടൂറിസത്തിൻ്റെ സാധ്യതകളാണ്. അടുത്ത വർഷം ഇത് എങ്ങനെ കുറെ കൂടി നന്നായി ടൂറിസ്റ്റ് ആംഗിളിൽ ഈ കലോത്സവം കാണാൻ പുറത്തുനിന്നുള്ള ആളുകൾ കൂടി വരുന്ന നിലയിലേക്ക് മാറ്റി തീർക്കാമെന്ന് ഞങ്ങൾ പ്രത്യേകം പരിശോധിക്കും. പ്രത്യേകിച്ച് ഈ വിദേശത്തു നിന്ന് വരുന്ന സഞ്ചാരികൾ അവർ കാണാൻ ആഗ്രഹിക്കുന്ന കഥകളി, അത്തരം കലകളാണല്ലോ. അത് ഏറ്റവും കൂടുതൽ അവതരിപ്പിക്കപ്പെടുന്നത് ഈ മേളയിലാണല്ലോ. കുട്ടികളുടെ ആകുമ്പോൾ കുറച്ചുകൂടെ അതിനൊരു നല്ല രസമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് ടൂറിസമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്താൻ സംബന്ധിച്ചാലും അടുത്ത വർഷവും ഇതേ ടീം തന്നെയായിരിക്കും. അല്ല, ഇതേ ടീമാവില്ല. ഇതേ ബെഞ്ചിലിരിക്കുന്ന 2 കുട്ടികൾ ഞാൻ എന്തായാലും ഉണ്ടാവില്ല. കാരണം കോഴിക്കോട് ജില്ലയിലെല്ലാം അടുത്ത വർഷം ഉണ്ടാവും. വേറൊരു ജില്ലയിലായിരുന്നല്ലോ റിയാസും ഉണ്ടാവും. അടുത്തടുത്ത ബെഞ്ചിലിരിക്കുന്ന 2 കുട്ടികൾ തന്നെയായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കും. എന്തായാലും നമ്മുടെ 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കോഴിക്കോട് വളരെ ഗംഭീരമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി കഴിയും. അതിന്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നീക്കിയ 2 പേരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്ന്. ഏതായാലും നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. വളരെ നല്ലൊരു സംഘാടനമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ വിശേഷങ്ങളും കോഴിക്കോട് കലോത്സവത്തിൻ്റെ ആവേശങ്ങളും ഒക്കെയാണ് ഇപ്പോൾ മന്ത്രിമാർ നമ്മോട് പങ്കുവച്ചത്. ഈ കോഴിക്കോട് കലോത്സവത്തിൻ്റെ ഒരു ആവേശം കേവലം വേദികളിൽ മാത്രം നിൽക്കുന്നതല്ല. നമുക്ക് മറ്റൊരു ഇടത്തേക്ക് ഇവിടെ പോകുന്നുണ്ട്. കുറ്റിച്ചിറ മാപ്പിള തറവാട്ടിലെ കലാകാരികളുടെ കലോത്സവ വിശേഷങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. പാട്ടുപാടിയും ഒപ്പന കളിച്ചുമൊക്കെ അവരും ഈ കലോത്സവത്തിൻ്റെ ആവേശം പങ്കുവെക്കുകയാണ്. പവാട വേണോ മേലാട വേണോ പഞ്ചാര പനങ്കിളിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ നമുക്ക്, മുത്താണ് നീ നമുക്ക്. കുറ്റിച്ചിറ പന്തക്കലകം തറവാട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ നമ്മളുടെ കൂടെയുള്ളവർ മുൻകാലങ്ങളിൽ കോളേജുകളിലും സ്കൂളുകളിലും എല്ലാം തന്നെ കലോത്സവങ്ങളിൽ തിളങ്ങിയ ആളുകളാണ്. ആ കാലത്ത് അവർ ഒപ്പനയിലും അതുപോലെ തന്നെ മറ്റുള്ള മാപ്പിള കലാരൂപങ്ങളിലും എല്ലാം തന്നെ വേറിട്ട മുദ്ര പതിപ്പിച്ച ആളുകളാണ്. അവരാണിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. എങ്ങനെയാണ് ഈ കലോത്സവത്തെ കാണുന്നത്? സന്തോഷമായിട്ട് കാണുന്നത്. അത് കണ്ടപ്പോൾ കാണാൻ പോവാറുണ്ട്. ഈ പ്രാവശ്യം പോയിനു, അമ്മ ഹൈസ്കൂളിൽ പോയിനു.
തോന്നുന്നു? പഴയ കാലത്ത് നിങ്ങളുടെ കാലത്ത് നിന്നൊക്കെ മാറി കുറേ മാറ്റങ്ങളുണ്ട്, ഡ്രസ്സിങ്ങിലൊക്കെ മാറ്റങ്ങളുണ്ട്, നല്ല പണ്ടത്തേലും വ്യത്യാസമുണ്ട്. പിന്നെ ഒപ്പന കാണാൻ പോകാൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പനയിലും ഡാൻസിൽ ഒക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒപ്പനൊക്കെ സ്പീഡ് കൂടിക്കുന്നു. നമ്മളൊക്കെ കളിക്കുന്ന കാലം അത്ര സ്പീഡൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ സ്റ്റെപ്പ് മാറി, പാട്ടൊക്കെ മാറി. ഇപ്പോഴത്തെയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആദ്യത്തെയാണോ രസം, ഇപ്പോഴത്തെയാണോ? ഇപ്പോഴത്താണ് സ്റ്റൈലായിട്ട് തോന്നുന്നത്. ഒപ്പനൻ്റെ പാട്ടുകളൊക്കെ തന്നെ ഡിഫറെൻ്റ് പാട്ടുകളാണ്. പിന്നെ ഡ്രസ്സിങ്, ഷോളൊക്കെ പണ്ടൊക്കെ സാധാ ഒരു ഷോളിന്, ഇപ്പോൾ ഷോളൊക്കെ വെറൈറ്റി ഷോളൊക്കെ ആയി. പിന്നെ നമ്മളെ കാലിക്കറ്റ് ഗേൾസിലൊക്കെ ഉള്ള ടൈമിൽ പഠിപ്പിക്കാനായിട്ട് ആൾ വേറെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം പഠിപ്പിക്കാൻ ആളില്ല എന്ന് പറഞ്ഞു കേട്ട്, പക്ഷെ എങ്കിലും നല്ല അടിപൊളി ഒപ്പനാണ്. ഞാൻ MMI സ്കൂളിലും പിന്നെ ഒപ്പനൊക്കെ ഇതാക്കിയിരുന്നു. പോക്കര മാഷേനും പോക്കര നൂറട്ടിൽ മുഹമ്മദൻ എന്നൊരു പാട്ടുമായിട്ട്, പിന്നെ കാച്ചി ഉപ്പായ ഒന്നല്ലേനും, ഒരു തട്ടിലെ സ്കേർട്ടും ബ്ലൗസും ഒക്കെ ആയിട്ടേനും. പിന്നെ ഗേൾസിലും ഒപ്പനക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. വസ്ത്രധാരണത്തിൽ തന്നെ ഒരുപാട് മാറ്റം വന്നില്ലേ? പർദ്ദ എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ മാറ്റം വന്നിക്കണ. ഇനിയും മാറ്റം വരാനാ സാധ്യത. കലോത്സവ കാലത്ത് പാട്ടിന്റെയും ഒപ്പനയുടെയും എല്ലാം ലഹരിയിലാണ് കുറ്റിച്ചിറയിലെ മാപ്പിളത്തറവാടുകൾ. ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. കലോത്സവത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. പക്ഷെ നമ്മൾ ചെറിയൊരു ഇടവേള എടുക്കുകയാണ്. നമുക്കറിയാം ഇന്ന് കൊട്ടിക്കലാശമാണ്, അവസാന ദിവസമാണ്. ഈ ദിവസത്തെ കലോത്സവ വേദികളിലെ കാഴ്ചകളും ആവേശവും എല്ലാം നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇനിയുള്ള ബുള്ളറ്റിനിൽ എത്തിക്കും. ഇപ്പോൾ തിരിച്ച് പ്രദീപ് പിള്ളയിലേക്കും ആര്യയിലേക്കും. താങ്ക് യു അനുബോധ്. ഒപ്പനയുടെ സ്റ്റെപ്പിന് സ്പീഡ് കൂടിയിരിക്കണം എന്നുള്ളതാണ് പഴയകാല ഒപ്പന താരത്തിന്റെ ഒരു കമന്റ്. അത് വളരെ രസകരമായി തോന്നി. എന്നാലും വിയോജിപ്പില്ല, തനിമ നഷ്ടപ്പെട്ടു എന്നുള്ള പരാതിയുമില്ല. ഇപ്പോൾ സ്റ്റൈലായിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഞങ്ങൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. കാര്യം ഇനിയാണ് അങ്ങോട്ട് ഇതിന്റെ ഒരു ഫിനിഷിന്റെ ആവേശം, കപ്പ് ആർക്കാണ് എന്നുള്ള സസ്പെൻസ്. ആ ഒരു ജീവൻ മരണ പോരാട്ടം അവിടെ തുടരട്ടെ. അതിന്റെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് വരും നിമിഷങ്ങളിൽ എത്താം. ഇപ്പോ ഒരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം പത്രവിശേഷമുണ്ട്, കാത്തിരിക്കുക. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് പത്രവിശേഷങ്ങളിലേക്കാണ്. നിരവധി പത്രങ്ങളുമായി, പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളുമായി നമ്മുടെ ന്യൂസ് എഡിറ്റർ ആർ കിരൺ ബാബു അവിടെ റെഡി ആയിരിക്കുകയാണ്. കിരൺ, ഈ ബൈലൈനുകളൊക്കെ കാണുമ്പോൾ, കൂട്ടുകാരെഴുതിയ എക്സ്ക്ലൂസീവുകളും രാഷ്ട്രീയ അനാലിസിസും ഒക്കെ കാണുമ്പോൾ നൊസ്റ്റാൾജിയ ഉണരുന്നുണ്ടോ? പഴയ ഡൽഹി കാലം ഓർമ്മ വരുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇന്ന് പത്രത്തിലെ കൂട്ടുകാർ നൽകിയിരിക്കുന്ന വിഭവങ്ങൾ? തീർച്ചയായും അതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. പ്രധാനമായും 10-15 വർഷം പത്രത്തിൽ ജോലി ചെയ്ത ഒരാൾ എന്ന നിലയ്ക്ക് ബൈലൈനുകൾ കാണുമ്പോൾ സ്വാഭാവികമായ നൊസ്റ്റാൾജിയ ഉണ്ടാവാറുണ്ട്. ബൈലൈനുകൾക്ക് അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്ന് പലപ്പോഴും തോന്നാറുമുണ്ട്. നമുക്ക് എന്തായാലും ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം നോക്കാം. പത്രങ്ങളിൽ ചില ദിവസങ്ങളിൽ എല്ലാ പത്രങ്ങളിലും ഒരേ വാർത്ത തന്നെയായിരിക്കും പ്രധാന വാർത്തയായി വരുന്നത്. പക്ഷേ ചില ദിവസങ്ങളിൽ അങ്ങനെ ആവില്ല. വ്യത്യസ്തമായ പ്രാധാന്യമുള്ള വാർത്തകൾ വരുമ്പോൾ ഓരോ പത്രവും തിരഞ്ഞെടുക്കുന്നത്, ആ പത്രത്തിന്റെ സ്വഭാവം അനുസരിച്ച് തിരഞ്ഞെടുക്കുന്നത് വ്യത്യസ്തമായ വാർത്തകളാവും. ഇന്ന് പക്ഷേ പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം തിരഞ്ഞെടുക്കുന്നത് ഒറ്റ വാർത്ത തന്നെയാണ്. അത് സുപ്രീം കോടതി കൊളീജിയവുമായി ബന്ധപ്പെട്ടതാണ്. കൊളീജിയം കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ രൂക്ഷമായ വിമർശനമാണ്. എല്ലാ പത്രങ്ങളുടെയും, പ്രധാന പത്രങ്ങളുടെതെല്ലാം, 1-2 പത്രങ്ങൾ മാത്രമാണ് മറ്റ് തലക്കെട്ടുകൾ നൽകിയിരിക്കുന്നത്. മറ്റ് പത്രങ്ങളെല്ലാം പ്രധാന തലക്കെട്ടായി തന്നെ നൽകിയിരിക്കുന്നത് ഈ വാർത്ത തന്നെയാണ്.
കേരള കൗമുദിയുടെ വാർത്ത ജഡ്ജിമാരെ തിരികെ കയറ്റാൻ ശ്രമം എന്നുള്ളതാണ്. ഒന്നാം പേജിലെ ഏറ്റവും ലീഡ് വാർത്തയായി തന്നെയാണ് ഇത് നൽകിയിരിക്കുന്നത്. ശുപാർശകൾ നിരസിക്കുന്നു, പകരം പേര് നിർദ്ദേശിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. കൊളീജിയത്തിലെ 10 ശുപാർശകൾ 2 2021 ഒക്ടോബറിലേതാണ്, മറ്റുള്ളത് 2022 നവംബറിലേത്. അങ്ങനെ വ്യത്യസ്ത കാലങ്ങളിൽ നൽകിയ കൊളീജിയം നൽകുന്ന ശുപാർശകൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നില്ല എന്നുള്ള കടുത്ത വിമർശനമാണ് സുപ്രീം കോടതി ഉന്നയിച്ചത്. ആ വാർത്തയാണ് കേരള കൗമുദിയും ഒന്നാം പേജിൽ ഒന്നാമത്തെ വാർത്തയായി തന്നെ നൽകിയിരുന്നത്. മനോരമയും അതുതന്നെയാണ്. കേന്ദ്രം മടക്കിയത് 22 പേരുകൾ എന്നുള്ള ഒരു ഹെഡിംഗ് ആണ് മനോരമ നൽകിയിരിക്കുന്നത്. അതിനൊരു ബോക്സ് വാർത്ത കൂടി നൽകിയിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ കേന്ദ്ര സർക്കാർ അവർക്ക് ഇഷ്ടമില്ലാത്ത പേരുകൾ മടക്കുന്നത് എന്നതുകൂടിയുണ്ട്. മടക്കുന്നത് പതിവാക്കി. കൊളീജിയം ഒരു പേര് നൽകിയാൽ ആ കൊളീജിയം അംഗങ്ങൾ മാറുന്നത് വരെ കാത്തിരുന്ന് ശുപാർശ മടക്കുന്നത് സാധാരണമായി മാറിയെന്ന് മുതിർന്ന അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാട്ടിയതും പ്രത്യേകമായി പറയുന്നുണ്ട്. ഒരു കൊളീജിയം 3-4 ജഡ്ജിമാർ ചേർന്ന കൊളീജിയം ഒരു പേര് നിർദ്ദേശിക്കുന്നു. അവർ വിരമിക്കുന്നത് വരെ അതിൽ തീരുമാനമെടുക്കുന്നില്ല. അതിനുശേഷം പുതിയ കൊളീജിയത്തിൽ പുതിയ ജഡ്ജിമാർ വരുന്നു. ആ സമയത്ത് മാത്രമാണ് തീരുമാനമെടുക്കുന്നത്. ഇങ്ങനെയാണ് ഇത് വൈകിച്ചുകൊണ്ട് പോകുന്നത് എന്ന ഒരു ബോക്സ് വാർത്ത കൂടി മനോരമ നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയും അത് തന്നെയാണ് പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത്. കൊളീജിയം നിർദ്ദേശം നടപ്പാക്കുന്നില്ല എന്നുള്ളത് പ്രത്യേകമായി പറഞ്ഞേക്കുന്നു. അതിനോടൊപ്പം തന്നെ അതിൻ്റെ വിവിധ ഡീറ്റെയിൽസും പല ഓരോരോ പോയിന്റുകളായി തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന രീതിയിലേക്ക് അത് പ്രത്യേകം എടുത്ത് തന്നെ മാതൃഭൂമിയും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാതൃഭൂമി പ്രധാന വാർത്തയായി തന്നെ മുൻ പേജിൽ നൽകിയിട്ടുള്ളത് അനധികൃത നിയമനത്തിന് വിജ്ഞാപനം ഗവർണർ മരവിപ്പിച്ചു എന്നുള്ളതാണ്. സാങ്കേതിക സർവകലാശാലയിൽ VC അറിയാതെയുള്ള നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ നിയമനങ്ങൾ മരവിപ്പിച്ചു എന്നുള്ള വാർത്തയാണ്. അത് എങ്ങനെയാണ് ഈ നിയമനങ്ങൾ നടത്തിയത് എന്ന് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നുള്ള ഉത്തരവും ഗവർണർ നൽകിയിട്ടുണ്ട്. അതും ഒന്നാം പേജ് വാർത്തയായി തന്നെയാണ് മാതൃഭൂമി നൽകുന്നത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്ത മാതൃഭൂമിയിലുള്ളത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് വരുന്നു എന്നുള്ളതാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾ സാധാരണഗതിയിൽ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ്. ആ സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ ജീവിതം കൂടി മെച്ചപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് UPA സർക്കാരിൻ്റെ കാലത്ത് ആദ്യം തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. ഇപ്പോഴും ആ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാകുന്നുണ്ട്. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ കയ്യിലേക്ക് പണം എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തുടങ്ങിയൊരു പദ്ധതിയാണ്. അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ള ആ സർക്കാരിൻ്റെ പണം കൂടുതൽ ആളുകളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ ആളുകളുടെ ജീവിതം മെച്ചപ്പെടുന്നു എന്നുള്ള ഒരവസ്ഥയാണ്. ആ തൊഴിലാളികൾക്ക് കൂടി ക്ഷേമനിധി ബോർഡ് വരുന്നു എന്നുള്ളത് വലിയ ഏതെല്ലാം 60 വയസ്സ് തികയുമ്പോൾ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നും മാസം 50 രൂപ വീതമാണ് ഈ ക്ഷേമനിധി ബോർഡിലേക്ക് ഈ അംഗങ്ങൾ അടയ്ക്കേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റൊരു കൗതുകകരമായ വാർത്തകളുണ്ട്. ബംഗാളിൽ ഇനി കുട്ടികൾക്ക് അവിടുത്തെ സ്കൂൾ കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം ചിക്കൻ കിട്ടും. കോഴിക്കറിയും പഴങ്ങളും പ്രത്യേകമായി തന്നെ ആഴ്ചയിൽ ഒരു ദിവസം നൽകാനുള്ള തീരുമാനമാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ചേർന്നാണ് സാധാരണഗതിയിൽ ഈ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പാക്കുന്നത്. 60% സംസ്ഥാന സർക്കാർ, 40% കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് വിഹിതം. അതിൽ അധികമായി നൽകേണ്ടി വരുന്ന ഈ ചിക്കൻ കറിയുടെയും പഴങ്ങളുടെയും കാശ് സംസ്ഥാന സർക്കാർ മുടക്കിക്കൊണ്ടാണ്. ബംഗാൾ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ടാവണം ഇങ്ങനെയൊരു തീരുമാനം എന്നുള്ള ചില ആരോപണങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കുട്ടികളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പായാലും എന്തായാലും അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം ചിക്കൻ കറി കിട്ടുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇവിടെ ഒരു ഭക്ഷണ വിവാദമൊക്കെ നടക്കുമ്പോൾ ബംഗാളിൽ ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് അതുകൊണ്ട് തന്നെ ആവും പ്രത്യേകമായി കൗതുകമായി തന്നെ ആ വാർത്ത പ്രത്യേകമായി എടുത്ത് മാതൃഭൂമി നൽകിയത്. മറ്റൊരു വാർത്ത ഇന്ത്യയെ സംബന്ധിച്ചാണ്. വലിയ സാമ്പത്തിക മാന്ദ്യം എന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യ ലോകത്ത് വാഹനം വാങ്ങിക്കുന്നവരുടെ എണ്ണത്തിൽ 3-ാം സ്ഥാനത്തേക്കാണ് കുതിച്ചു വന്നത്. ജപ്പാനെ ഇന്ത്യ മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ജപ്പാൻ ഇന്ത്യക്കാൾ ജനസംഖ്യയിൽ ഒരുപാട് കുറഞ്ഞ രാജ്യമാണെങ്കിലും ജപ്പാനിലായിരുന്നു ഇന്ത്യക്കാൾ കൂടുതൽ ആളുകൾ വാഹനം വാങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിനെ ഇന്ത്യ മറികടന്നിരിക്കുന്നു. ഇപ്പോഴും 1-ാം സ്ഥാനം ചൈനയ്ക്ക് തന്നെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളുള്ള രാജ്യവും ചൈനയാണ്. 2-ാം സ്ഥാനം അമേരിക്കയ്ക്കാണ്. സാമ്പത്തികമായി നോക്കിയാൽ മുന്നിൽ നിൽക്കുന്ന ഏറെ സാമ്പത്തിക ശേഷിയുള്ള മനുഷ്യർ ജീവിക്കുന്ന ഇടം എന്ന നിലയ്ക്കായിരിക്കും അമേരിക്കയ്ക്ക്. പക്ഷേ 3-ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ ഇന്ത്യ എത്തിയിരിക്കുന്നു. ലോക വാഹന വിപണിയിൽ 3-ാം സ്ഥാനം, ലോകത്ത് 3 രാജ്യം ഏറ്റവും കൂടുതൽ വാഹനം വാങ്ങുന്നതിൽ 3-ാം സ്ഥാനം ഇന്ത്യക്ക് ലഭിച്ചിരിക്കും. മാരുതിക്കൊക്കെ മാരുതിയുടെ 2022 ജനുവരി മുതൽ നവംബർ വരെയുള്ള കണക്കുപ്രകാരം 41.3 ലക്ഷം വാഹനങ്ങളാണ് ഇന്ത്യയിൽ നിരത്തിലിറങ്ങിയത്. ഏറ്റവും കൂടുതൽ മാരുതിയുടെ വാഹനങ്ങൾക്കാണ് വിൽപ്പന നടന്നത് എന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാമാണ് ഇതിലുള്ളത്. പ്രത്യേകിച്ച് വാഹനപ്രേമികളെ സംബന്ധിച്ചും അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധരെ സംബന്ധിച്ചും ഒരു കൗതുകമുള്ള വാർത്തയാണ്. കോവിഡിന് ശേഷമുള്ള സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും കൂടുതൽ പേർ വാഹനം വാങ്ങുന്നു എന്നുള്ള, വാഹനത്തിന് വേണ്ടി പണം കൂടുതൽ ചിലവാക്കുന്നു. പൊതുഗതാഗതം കുറയുകയും സ്വകാര്യ വാഹനങ്ങൾ കൂടുകയും ചെയ്യുമ്പോൾ നമ്മുടെ റോഡുകളുടെ അപര്യാപ്തത ഇനിയൊരു വലിയ വിഷയമായി തന്നെ വരാനുള്ള സാധ്യതയും ഉണ്ട്. മറ്റൊന്ന് കേരള കൗമുദിയിലെ വാർത്ത. ഡൽഹി മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആപ്പിൻ്റെയും BJPയുടെയും കൗൺസിലർമാർ തമ്മിലുള്ള കൂട്ട അടിയാണ്. അവിടെ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാധാരണ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല അങ്ങ് ഡൽഹിയിലും ഇത്തരത്തിൽ അടിയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കും ഒരു കൗതുകമായിരിക്കും. നമ്മുടെ ഇവിടുത്തെ നഗരസഭയൊക്കെ പോലെ ഇവിടുത്തെ നഗരസഭയും അതോടൊപ്പം കോർപ്പറേഷനും പഞ്ചായത്തിലും ഒക്കെ പലപ്പോഴും ഇത്തരം കൂട്ടയടികൾ നടക്കാറുണ്ട്, തമ്മിലടിയൊക്കെ നടക്കാറുണ്ട്. അത്തരത്തിലൊരു കൂട്ടയടിയാണ് ഡൽഹിയിലും നടന്നത്. അത് ആപ്പിൻ്റെ കൗൺസിലർമാരും BJPയുടെ കൗൺസിലർമാരും തമ്മിലാണ് കൂട്ടയടി. അതിൻ്റെ വിഷയങ്ങളാണ്.
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ സംബന്ധിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷിക്കാരായ മക്കളെ അദ്ദേഹം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ കൊണ്ടുവന്നിട്ട് അച്ഛൻ ഇരിക്കുന്ന കസേര ഇതാണ്, അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലം ഇതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മക്കൾ ഭിന്നശേഷിക്കാരായ മക്കളാണ്. ആ കുട്ടികളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു അച്ഛൻ കൊണ്ടുവരുമ്പോൾ അതിനൊരു സവിശേഷമായ പ്രാധാന്യം കൂടിയുണ്ട്. സാധാരണ കുട്ടികളെ കൊണ്ടുവരുന്നത് പോലെയല്ല. അദ്ദേഹം ആ ഒരു ഭിന്നശേഷിക്കാരായ മക്കളെ ചേർത്ത് പിടിക്കാനും അവർക്ക് ശക്തി പകരാനും അല്ലെങ്കിൽ ചിലരെങ്കിലും മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ അങ്ങനെയല്ല, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളൊരു വലിയ സന്ദേശം കൂടിയാണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് നൽകുന്ന. ആ വാർത്തയും മനോഹരമായി തന്നെ കൊണ്ട് നൽകിയിട്ടുണ്ട് മാതൃഭൂമി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മനോരമയുടേതാണ്. അത് എല്ലൂരി എന്നാണ് അതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു ഫുൾ പേജ് വാർത്തയാണ്. SV രാജേഷാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വാർത്തയുടെ പ്രത്യേകത തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ കുറേ കാലമായ റോഡുകൾ സ്മാർട്ട് സിറ്റി ആക്കുന്നതിൻ്റെ ഭാഗമായി പൊളിച്ചിട്ടിരിക്കുകയാണ്. പൊളിച്ചിട്ടിട്ട് 1-1.5 വർഷത്തോളമായി. പക്ഷേ അവിടെ എവിടെയും ഇതുവരെയും ആ റോഡ് നന്നാക്കിയിട്ടില്ല. റോഡ് ടാർ ചെയ്തിരുന്ന റോഡാണ് പലതവണയായി കുഴിച്ച് മൊത്തം ചെളിക്കളമോ അല്ലെങ്കിൽ ചെളിയില്ലെങ്കിൽ കുണ്ടും കുഴിയും കല്ലുമൊക്കെ ആയിട്ട് നിറച്ചിട്ടിരിക്കുന്നത്. സാധാരണ സ്കൂട്ടറിനോ കാറിനോ ഒന്നും പോകാൻ കഴിയാത്ത രീതിയിലേക്ക്, കാൽനടക്കാർക്കും ബുദ്ധിമുട്ടായ രീതിയിലേക്ക് റോഡുകൾ പൊളിച്ചിട്ടിരിക്കുന്നത്. അങ്ങനെ റോഡുകളുടെ എണ്ണമടക്കം ഏതെല്ലാം റോഡുകളാണ് ഇങ്ങനെ പൊളിച്ചിട്ടിരിക്കുന്നത്, കിടങ്ങായി കിടക്കേണ്ട എത്ര ആയിരുന്നു. 2 വർഷം തികയാൻ ഇനി 1 മാസവും 14 ദിവസവും എന്നാണ് പറയുന്നത്. റോഡ് പൊളിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷമാകുന്നു. അപ്പം 23 മാസമായിട്ട് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ പല റോഡിലെയും അവസ്ഥ ഇത് തന്നെയാണ്. അത്ര ദയനീയമാണ്. ഇപ്പോഴും പരിഹാരം കാണുന്നില്ല എന്നുള്ള വിഷയം ഒരു ഫുൾ പേജിൽ തന്നെ അതീവ ഗൗരവമായി തന്നെ മനോരമ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, വിദേശ വായ്സിറ്റികൾ കേരളത്തിൽ വരുമ്പോൾ അതിന് നിയന്ത്രണം വന്നേക്കുമെന്നത് റെജി കുര്യാക്കോസിന്റെ വാർത്തയാണ്. മനോരമയിൽ റെജി കുര്യാക്കോസ് ഈ വിദ്യാഭ്യാസ വിഷയങ്ങളിലൊക്കെ വളരെ വർഷങ്ങളായി സീരിയസ് ആയി കൈകാര്യം ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ വാർത്ത അതിന്റെ വിവിധ ആംഗിളുകൾ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. ഇത് സംവരണമില്ല എന്നുള്ള ഒരു വിഷയം വന്നിരുന്നു. അതുപോലെ ഫീസിനെ കുറിച്ചുള്ള ആശങ്ക, വിദേശ സർവകലാശാലകൾ വരുമ്പോൾ അതേ നിലവാരത്തിൽ ഇവിടെയും നിലവാരം കിട്ടുമോ അതോ പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന ആശങ്ക. അതിന്റെ എല്ലാം ഓരോ വിശദാംശങ്ങൾ എങ്ങനെയാണ് സ്വകാര്യ സർവകലാശാല UGCയുടെ നിലപാടടക്കം ഉള്ളതും അതിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു രസകരമായ വാർത്ത മനോരമയിലാണ്. ജയചന്ദ്രൻ നിലങ്കത്തിൻ്റെതാണ്. പാർട്ടി പരിപാടികൾക്ക് പോകാൻ CPM നേതാക്കൾക്ക് ഇനി വിമാനയാത്ര ആവശ്യമില്ല. പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പാർട്ടി ചെലവിൽ പോകുന്നവർക്ക് മാത്രം മതി. അല്ലാതെ സമ്മേളനങ്ങൾക്കൊക്കെ പോകുന്നവർക്ക് അല്ലെങ്കിൽ SFI DYFI തുടങ്ങിയ സംഘടനകൾ ഡൽഹിയിൽ നടക്കുന്ന സമരമായാലും പോകുമ്പോൾ ട്രെയിനിൽ പോയാൽ മതി. നാട്ടുകാരുടെ പണം പിരിച്ച് വിമാനത്തിൽ പോകേണ്ട എന്നുള്ള കർശനമായ നിർദ്ദേശവും മനോരമ നൽകിയിട്ടുണ്ട്. ഈ പത്രം 18 സമയം അവസാനിക്കുകയാണ്. അതുകൊണ്ട് മാത്രം ഇനിയും നിരവധി വാർത്തകളും പത്രങ്ങളും എല്ലാം ഉണ്ട്. നമുക്കെന്തായാലും വീണ്ടും പ്രദീപിലേക്കും ആര്യയിലേക്കും. പ്രഭാത കേരളം സമാപിക്കുന്നില്ല. പത്രവിശേഷം കഴിഞ്ഞതേയുള്ളൂ. കഴിഞ്ഞ ദിവസം ഈ കലോത്സവ ബഹളം ഒക്കെ കോഴിക്കോട് നടക്കുമ്പോൾ കൊച്ചി ലേ മെറിഡിയൻ സുന്ദരിയെ കണ്ടെത്താനുള്ള മത്സരം നടക്കുകയായിരുന്നു. കൊച്ചി ലേ മെറിഡിയൻ ഹോട്ടലിൽ. അവിടെ മിസ് കേരള 2022 ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ലിസ് ജെയ്മോൻ ജേക്കബ് ആണ്. ലിസ് ജെയ്മോൻ ജേക്കബിനെ കീഴ്വഴക്കം തെറ്റിക്കാതെ, പതിവ് തെറ്റിക്കാതെ മുൻ വർഷത്തെ മിസ് കേരള ഗോപിക സുരേഷ് കിരീടമണിയിക്കുകയും ചെയ്തു. ഇരുപത്തിമൂന്ന് സുന്ദരികളിൽ അവസാന റൗണ്ട് ഫൈനലിലെത്തിയത് 6 പേർ. കടുത്ത മത്സരത്തിനൊടുവിൽ ലിസ് ജിമോൻ ജേക്കബ് 2022 മിസ് കേരളയായി തെരഞ്ഞെടുക്കപ്പെട്ടു. മിസ് കേരള 2022, here we have the winner to be crowned, none other than Liz Jaymon Jacob. Yes, ladies and gentlemen, മുൻ മിസ് കേരള ഗോപിക സുരേഷ് പുതിയ മിസ് കേരളയെ കിരീടം അണിയിച്ചു. ഒരുപാട് എൻ്റെ മാക്സിമം ഞാൻ ശ്രമിച്ചു. അതിൻ്റെ തന്നെ റിസൾട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഏറ്റവും നമ്മൾ എന്തുമാത്രം നമ്മൾ ഒന്ന് ബിലീവ് ചെയ്താൽ നമുക്ക് എന്താണെങ്കിലും അത് നേടിയെടുക്കാൻ പറ്റും. സാംഭവിയാണ് ഫസ്റ്റ് റണ്ണറപ്പ്. നിമ്മി കെ പോൾ സെക്കൻഡ് റണ്ണറപ്പായി. എല്ലാവരും ഈക്വൽ എഫേർട്സ് ഇട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ ആക്ച്വലി അത് ഒരു ബൂസ്റ്റപ്പ് ആയിരുന്നു. കൂടുതൽ എഫേർട്ട് ഇട്ട് കൂടുതൽ നന്നാവുക എന്നുള്ളത്. സോ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ദൈവകൃപയാലും പെർഫോമൻസിനാലും എത്തി. അതിൽ വളരെയധികം സന്തോഷം.
സംവിധായകൻ ജിബു ജേക്കബ്, വിജയ് മേനോൻ തുടങ്ങിയവർ അംഗങ്ങളായ ജൂറിയാണ് വിജയികളെ തെരഞ്ഞെടുത്തത്. ഇംപ്രസാരിയോ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് മത്സരം സംഘടിപ്പിച്ചത്. ന്യൂസ് 18 കൊച്ചി. വളരെ രസമുണ്ട് കിരീടം അണിഞ്ഞ് ലൈം ലൈറ്റിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കാൻ. പക്ഷേ എത്ര കഠിനമായിരുന്നിരിക്കും ആ തയ്യാറെടുപ്പുകൾ. മിസ് കേരള എന്ന് പറഞ്ഞ് ചിരിച്ചു നിൽക്കുന്നവർ കടന്നു വന്ന കടമ്പകൾ, അവർ പിന്നിട്ട കടമ്പകൾ എന്താണ്, നേരിട്ട വെല്ലുവിളികൾ എങ്ങനെയാണ്, ഇതൊക്കെ ആ സുന്ദരിമാരോടും ചോദിച്ചറിയേണ്ടത്. അതെ, പ്രേക്ഷകർക്കും ഒരുപാട് ആഗ്രഹവും ഉണ്ടായിരിക്കും അതൊക്കെ അറിയാനായി. അപ്പോൾ പ്രേക്ഷകർ കാത്തിരുന്ന അതിഥി വിശേഷത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ മിസ് കേരള ആയ തെരഞ്ഞെടുക്കപ്പെട്ട ലിസ് ജെയ്മോൻ ജേക്കബ്, അതേപോലെ തന്നെ ഫസ്റ്റ് റണ്ണറപ്പ് സാംഭവി കെ, സെക്കൻഡ് റണ്ണറപ്പ് നിമ്മി കെ പോൾ, ഇവർ 3 പേരും ഈ താരസുന്ദരികൾ ന്യൂസ് 18 പ്രഭാത കേരളത്തിൽ പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. അവിടെ ന്യൂസ് ഡെസ്കിൽ നിന്നാണ് ഇനി നമ്മുടെ പ്രഭാത കേരളം തുടരുന്നത്. അവിടെ ഈ സുന്ദരിമാരുമായി രഞ്ജിനി തയ്യാറാണ്. അപ്പോൾ രഞ്ജിനിയിലേക്ക്. തീർച്ചയായും ആര്യ, പ്രദീപ, എന്തായാലും ആ സുന്ദരിമാർ നമ്മളോടൊപ്പം വിശേഷം പങ്കുവെക്കാൻ തയ്യാറായി നമ്മുടെ കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സൗന്ദര്യ മത്സരം കൊച്ചിയിൽ നടന്നത്. അതിനുശേഷം ഇന്നിപ്പോൾ അതിന്റെ തൊട്ട് അടുത്തുള്ള ദിവസമാണ്. ഇന്ന് തന്നെ ആ സുന്ദരിമാർ നമ്മളോട് ആ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയാണ്. എന്തായാലും സൗന്ദര്യ പട്ടം നേടിയ ലിസ് ജെയ്മോൻ ജേക്കബ്, ഫസ്റ്റ് റണ്ണറപ്പ് കെ സാംഭവി, സെക്കൻഡ് റണ്ണറപ്പ് നിമ്മി കെ പോൾ എന്നിവരാണ് നമ്മോടൊപ്പം ചേരുന്നത്. കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും അവർ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തായാലും 3 പേർക്കും ആദ്യം തന്നെ ന്യൂസ് 18 അഭിനന്ദനം അറിയിക്കുകയാണ്. പുതുവർഷത്തിൽ പുതിയ തുടക്കം, പുതിയ സന്തോഷത്തോടെ 3 പേരും ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആദ്യം ലിസിലേക്ക് തന്നെ പോകുന്നു. ലിസ്, ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? തീർച്ചയായിട്ടും. എന്തായിരുന്നു അനുഭവങ്ങൾ? ഈ അവസാന റൗണ്ടിലെത്തി ആ മത്സര വിജയിയായി ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നത് മാത്രമേ പ്രേക്ഷകരായ നമ്മളും എല്ലാവരും കാണുന്നുള്ളൂ. പക്ഷെ അതിന് പുറകിൽ ഒത്തിരി അധ്വാനങ്ങളുണ്ട്. ദിവസങ്ങൾ നീണ്ട പരിശീലനത്തിനൊടുവിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കിരീടം ചൂടുന്നത്. ആ ഒരു സന്തോഷവും ആ ഒരു കഠിനാധ്വാനത്തിന്റെ കാര്യങ്ങളും ഒക്കെ പങ്കുവെച്ചോടെ തുടങ്ങാം. പ്ലീസ്, എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ? ഫ്രം ദ സ്റ്റാർട്ടിങ് നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണമായിരുന്നു. എല്ലാ ദിവസവും നമ്മൾ എന്തെങ്കിലും ഇതിനു വേണ്ടി പ്രിപ്പറേഷൻ എല്ലാം നേരത്തെ തന്നെ തുടങ്ങിയത് ആയിരുന്നു. അതിപ്പം സ്കിന്നാണേലും ബാക്കിയെല്ലാം ന്യൂസ് ആണേലും ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാം വായിച്ചും അറിഞ്ഞും അങ്ങനെയൊക്കെ ഒരുപാട് ഒരു കഠിനാധ്വാനത്തിന് തന്നെ ഒരു ഫലമായിട്ട് ഞാൻ കാണുന്നു. എന്തായാലും വളരെയധികം സന്തോഷം ഈ ഒരു ദിവസം തന്നെ നമ്മളോടൊപ്പം അതിഥിയായി ചേർന്നതിൽ. ലിസിലേക്കൊക്കെ മടങ്ങിയെത്താം. സാംഭവിയും നിമ്മിയും നമ്മളോടൊപ്പം ചേരുകയാണ്. സാംഭവിയിലേക്ക് പോവുകയാണെങ്കിൽ, സാംഭവി, എന്തായാലും പുതിയ തുടക്കത്തിൽ പുതിയ നേട്ടമാണ് പുതിയ വർഷം. എങ്ങനെ കാണുന്നു? സാംഭവിയുടെ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു മിസ് കേരളയുമായി ബന്ധപ്പെട്ട്? ആദ്യം തന്നെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതുകൊണ്ട് പറയട്ടെ, എൻ്റെ പേര് ശാംഭവി എന്നാണ്. ചെറുതായിട്ട് എല്ലായിടത്തും ഒരു തെറ്റ് പറ്റാറുണ്ട്. ഓക്കെ, എന്റെ പുതിയ വർഷം പുതിയ എക്സ്പീരിയൻസ്. അപ്പോ എല്ലാ ആണ്. അപ്പോ പുതിയ വർഷം പുതിയ എക്സ്പീരിയൻസ്. ഒരു പുതിയ വർഷം നമ്മുടെ എത്രയും കാലത്തെ ആഗ്രഹവും അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചതും എല്ലാം കൂടിയിട്ട് ഏറ്റവും നല്ലൊരു തുടക്കമായിട്ടാണ് ഞാൻ ഈ വർഷം കാണുന്നത്. കാരണം ആഗ്രഹങ്ങൾ നടക്കുന്നത് തന്നെ കാണുന്നത് നല്ലൊരു ലക്ഷണമായിട്ട് ഞാൻ കാണുന്നു. അതിനി ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് ഉള്ളൊരു പ്രചോദനമായിട്ട് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ശാംഭവി പറഞ്ഞ പോലെ നല്ല തുടക്കമാണ്. ആഗ്രഹങ്ങളൊക്കെ പുതുവർഷ തുടക്കത്തിൽ തന്നെ സഫലമാകുന്നു. അത് ഈ വർഷം ഉടനീളം അങ്ങനെ തുടരട്ടെ. മറ്റു വർഷങ്ങളിലും ആ ഒരു വിജയം ശാംഭവിയുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് തുടക്കത്തിൽ തന്നെ ഞങ്ങൾ ആശംസിക്കുകയാണ്. നിമ്മിയിലേക്ക് കൂടി പോവുകയാണ്. നിമ്മി, എങ്ങനെയാണ് സന്തോഷം? എങ്ങനെയായിരുന്നു അനുഭവങ്ങൾ? വളരെയേറെ സന്തോഷമുണ്ട്. ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ പുതുവത്സരത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു വലിയ കാര്യം നേടാൻ പറ്റിയത് തന്നെ വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് മിസ് കേരളയിൽ നിന്നുണ്ടായത്. നമ്മൾ വന്നതിനേക്കാളും നല്ലൊരു വ്യക്തിത്വം നമുക്ക് ഉണ്ടാവുകയും നല്ലൊരു വ്യക്തിയായിട്ടാണ് നമ്മൾ തിരിച്ചു മടങ്ങുന്നത്. അതിൻ്റെ സന്തോഷമുണ്ട്.
തീർച്ചയായും എന്തായാലും ഈ മിസ് കേരള എന്ന് പറയുന്ന ചെറിയ മത്സരമല്ല, കേരളത്തിന്റെ താര റാണികളായി നിങ്ങൾ മാറിയിരിക്കുകയാണ്. ദക്ഷിണേന്ത്യയിലേക്കൊക്കെ എടുത്തു നോക്കുകയാണ്, ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു മത്സരമാണ് മിസ് കേരള. അവിടെ നിങ്ങൾ തിളങ്ങി അതിന്റെ ടോപ്പ് ലെവലിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. 23 വർഷം 1999 ഇങ്ങനെ മിസ് കേരളയ്ക്ക് തുടക്കമാകുന്ന 23 വർഷം പിന്നിട്ട് നിൽക്കുകയാണ്. അതിൽ താരറാണികളായി മാറുകയാണ്. ഈ വലിയ കുറേ റൗണ്ടുകളിലൊക്കെ കടന്നു പോയ ശേഷമാണല്ലോ ഇങ്ങനെ എത്തി നിൽക്കുന്നത്. ഈ റൗണ്ടുകളിലെ അനുഭവങ്ങളൊക്കെ ഒന്ന് വ്യക്തമാക്കാമോ? ലിസ്റ്റിൽ തുടങ്ങാം. സോ ആദ്യം തന്നെ ഞങ്ങളുടെ ഇൻട്രൊഡക്ഷൻ റൗണ്ട് ആയിരുന്നു, സെക്കൻഡ് ആയിരുന്നു ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട്, ആൻഡ് തേർഡ് ആണ് ഞങ്ങളുടെ ഫൈനൽ റൗണ്ട് ഇൻ വിച്ച് ഫൈനൽ 5 വിളിക്കുന്നത്. അതിൽ ഈ വർഷം ഒരു ചെറിയ വ്യത്യാസമുണ്ടായിരുന്നു. ഫൈനൽ 6 ആയിരുന്നു. കാരണം ഞങ്ങളെല്ലാവരും അതുപോലെ ഒരുപാട് കഠിനാധ്വാനം ചെയ്ത ടഫ് കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നു. സോ അത് കാരണം തന്നെയാണ് ഫൈനൽ 6 വിളിച്ചത്. അപ്പോൾ ഫൈനൽ 6 തന്നെ സെലക്ട് ആയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇനി എന്തായിരിക്കും എന്ന് എല്ലാവർക്കും ഒരു ആകാംക്ഷ തന്നെയായിരുന്നു. അപ്പോൾ പേര് വിളിച്ചപ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷവും പിന്നെ ആ റൗണ്ടുകളെല്ലാം നെർവസും ആയിരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു. ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ് ഫ്രം ദ സ്റ്റാർട്ട്. ആദ്യത്തെ ആ റൗണ്ട് തന്നെ നമ്മളെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും എല്ലാം ചേഞ്ചും അങ്ങനെ ഓരോരോ ചെറിയ വ്യത്യാസങ്ങളും എല്ലാം ഇറ്റ് വാസ് ജസ്റ്റ് സച്ച് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വൺ ഓഫ് മൈ ബെസ്റ്റ് എക്സ്പീരിയൻസസ് എവർ. ലിസ, 24 പേരാണ് ഈ മത്സര രംഗത്തുണ്ടായിരുന്നത്. നിരവധി റൗണ്ടുകൾ കടന്നു വരുന്നു. ഫൈനലിലേക്ക് എത്തുമ്പോൾ അത് 6 പേരായി മാറുന്നു. അവസാനം ലിസ 23 പേര്. ഇപ്പോൾ ആദ്യത്തെ റൗണ്ടുകളൊക്കെ കടന്നു വന്ന് ഫൈനലിലെത്തുമ്പോൾ 6 പേരായി മാറുന്നു. അതിൽ അവസാന സൗന്ദര്യ റാണിയായി ലിസ് മാറുകയും ചെയ്യുന്നുണ്ട്. ആ അവസാന നിമിഷത്തിൽ ആ പേര് വിളിക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അതിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങൾ എങ്ങനെയായിരുന്നു? എന്താണ് മനസ്സിലൂടെ കടന്നു പോയതോ ബ്ലാങ്ക് ആയിരുന്നോ? എന്തായിരുന്നു ആ ഒരു സമയത്ത് ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ആ ഒരു സമയത്ത് സത്യം പറഞ്ഞ നെർവസ്നെസ് ഓബിയസ്ലി നെർവസ് ആയിരുന്നു. അതോടൊപ്പം ഐ വോണ്ടഡ് ടു പെർഫോം മൈ ബെസ്റ്റ്. സോ മനസ്സിൽ ഒരു കാര്യമുള്ളായിരുന്നു, എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യണം. കിട്ടിയാലും ഇല്ലെങ്കിലും ഐ വിൽ പെർഫോം മൈ ബെസ്റ്റ്. അപ്പം എൻ്റെ പേര് വിളിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അതായിരുന്നു എൻ്റെ മനസ്സിൽ. ഓക്കെ, എൻ്റെ പേര് വിളിച്ചാലും ഇല്ലെങ്കിലും ശരി, യു ആർ സ്റ്റിൽ എ വിന്നർ. അങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോ എൻ്റെ പേര് വിളിച്ചപ്പോൾ ഐ വാസ് സോ ഹാപ്പി, ഐ കുഡന്റ് ബിലീവ് ഇറ്റ്. ശാംഭവിയിലേക്ക് കൂടി പോവുകയാണ്. ശാംഭവിക്ക് എന്താണ് ആ ഒരു നിമിഷത്തിൽ തോന്നിയത്? ഫസ്റ്റ് റണ്ണറപ്പായി മാറുന്നു. ആ ഒരു നിമിഷത്തിൽ എന്താണ് നമ്മുടെ മനസ്സിൽ കടന്നു വന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നമ്മൾ എപ്പോഴും പറയാറില്ലേ, ഡ്രീംസ് കം ട്രൂ, ഡു കം ട്രൂ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ എനിക്ക് ഓൾറെഡി ഇതെന്റെ ഫസ്റ്റ് റാമ്പ് എക്സ്പീരിയൻസ് ആയിരുന്നു, ആദ്യത്തെ തന്നെ പാജന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ആഗ്രഹങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് പ്രാവർത്തികമാക്കുമ്പോൾ അത് എന്താ പറയുക, ഒരു സബ് ടൈറ്റിൽ വിൻ ചെയ്തു, പ്ലസ് ടോപ്പ് 6 വരെ എത്താൻ പറ്റിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ലക്ഷ്യമായിരുന്നു, ഇതുവരെ എത്താൻ പറ്റിയത് എനിക്ക് ഒരു വലിയ ഒരു കാര്യമായിട്ട് ഞാൻ കണ്ടു. ഇനിയും എത്താൻ സാധിക്കുമായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നും ആഗ്രഹം ഉണ്ടായിരുന്നു അറ്റ് ദ സെയിം ടൈം. പക്ഷെ ഫസ്റ്റ് റണ്ണറപ്പ് എന്ന് വിളിച്ചപ്പോൾ ഞാൻ ആ നിമിഷം പെട്ടെന്ന് എൻ്റെ മൈൻഡ് മൊത്തം ബ്ലാങ്ക് ആയ പോലെയായിരുന്നു. ബട്ട് ഐ ഫെൽറ്റ് സോ ഓവർവെൽംഡ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ശാംഭവി ഒരു സ്റ്റുഡന്റ് കൂടിയാണ്. അതിനിടയിൽ ഇങ്ങനെ സമയം കണ്ടെത്തി ഇങ്ങനെ ഒരു രംഗത്തേക്ക് കടന്നു വരുന്നു, അതിൽ മികച്ച നേട്ടം കൈവരിക്കുന്നു. എങ്ങനെയായിരുന്നു ഈ വിദ്യാർത്ഥി ജീവിതവും അതിനിടയിലുള്ള ഈ മിസ് കേരളയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും? അതെങ്ങനെയാണ് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോയത്? എങ്ങനെയായിരുന്നു അത്? ശരിക്കും എനിക്കിപ്പോൾ അതായിരുന്നു എനിക്ക് ഈ കോമ്പറ്റീഷൻ, ഈ ഒരു ഫസ്റ്റ് റണ്ണറപ്പ് ആയപ്പോൾ എനിക്ക് അതായിരുന്നു ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിൽ വന്നത്. കോളേജ് ടൈമിൽ എക്സാം തുടങ്ങുന്നതിന് കുറച്ച് സമയം മുന്നേ എന്നെ ഹെൽപ്പ് ചെയ്ത കുറേ പേരുണ്ട്. എൻ്റെ കോളേജിലെ സീനിയേഴ്സ് എനിക്ക് വീഡിയോസ് എടുത്തു തരാൻ ഹെൽപ്പ് ചെയ്ത കുറേ ചേട്ടന്മാരുണ്ടായിരുന്നു. എനിക്ക് സപ്പോർട്ട് തന്നിരുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്റെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്നവർ തന്നെയായിരുന്നു. അപ്പോൾ അവര് കുറെ ഹെൽപ്പ് ഉള്ളതുകൊണ്ട് അവരുടെ പ്ലേസ്മെന്റ് എക്സാംസ്, പിന്നെ അവരുടെ എല്ലാ തിരക്കുകളുടെ ഇടയിലും ഞങ്ങൾ വി ഫൗണ്ട് സം ടൈം. നമുക്കറിയാം ഇത്രയും സമയം ഒരു ദിവസം ഉണ്ട്, അതിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും, നമുക്ക് ശരിക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത്
വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കുറച്ച് സമയം കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കണ്ടുപിടിച്ചു, ഞങ്ങൾ എല്ലാം ചെയ്തു. അത് എനിക്കപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് എനിക്ക് എൻ്റെ പഠിപ്പും കൊണ്ടുപോകാൻ പറ്റി, അറ്റ് ദ സെയിം ടൈം എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ പറ്റിയൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഇത് കൂട്ടുകാരുടെയൊക്കെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനൊരു വിജയത്തിന് ശേഷം അവരൊക്കെ വിളിച്ച് എന്താണ് പറയുന്നത്? അധ്യാപകർ അടക്കമുള്ളവർ എന്താണ് പറയുന്നത്? അധ്യാപകരെ പറ്റി എനിക്കറിയില്ല, അത് ഞാനിപ്പോൾ സെമസ്റ്റർ ബ്രേക്കിലാണ്. പക്ഷേ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് കൂടുതൽ കണക്ട് ചെയ്യുന്നതെങ്കിലും അവർ ഈ സ്റ്റോറി, ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് അല്ലെങ്കിൽ വാട്സാപ്പ് സ്റ്റേറ്റസ് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം, എന്നെ ഇമോഷണലും ആക്കാറുണ്ട് ശരിക്കും. തീർച്ചയായും ശാംഭവി, ഈ കൂട്ടുകാരുടെയൊക്കെ സന്തോഷത്തിനപ്പുറം, കൂട്ടുകാരുടെയൊക്കെ സപ്പോർട്ടിനപ്പുറം നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ടത് വീട്ടുകാരുടെ സപ്പോർട്ടാണ്. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ മിസ് കേരള പോലുള്ള മത്സര രംഗത്തേക്ക് കടന്നു വരിക, അവിടെ വലിയൊരു വിജയിയായി മാറുക, ഇതിനൊക്കെ അപ്പുറം നമുക്ക് വേണ്ട ഒരു സപ്പോർട്ട് വീട്ടുകാരുടെയാണ്. എന്തായാലും ഈ എങ്ങനെയായിരുന്നു വീട്ടുകാരുടെ ഒരു സപ്പോർട്ട്? എന്തായാലും അത് വേണ്ട രീതിയിൽ ഉണ്ട് എന്ന് വേണം സഭയുടെ ആ മുഖത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കാൻ. വീട്ടുകാരുടെ സപ്പോർട്ടിനെ കുറിച്ച് കൂടി നമുക്കൊന്ന് സംസാരിച്ചാലോ? അതെ അതെ, എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ തിരിച്ചറിയുന്നതെന്ന് വെച്ചാൽ, ഒരു ആഫ്റ്റർ എ സർട്ടൻ പോയിന്റ് എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ ഉറച്ചു നിന്നപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് അത് മനസ്സിലായി, എനിക്കത് വേണം, അതിനുവേണ്ടി ഞാൻ ശരിക്കും മീൻ ചെയ്യുന്നു, ഞാൻ പറയുന്ന കാര്യം ഞാൻ ശരിക്കും ആഗ്രഹിച്ചാണ് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അത് മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്നു. അവർ പറഞ്ഞു, നിനക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ എന്തായാലും അത് ചെയ്യണമെന്നാണ് എൻ്റെ കൂടെ അവരെപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഓഫ് കോഴ്സ് നമുക്ക് എത്ര ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുവാണെങ്കിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സംശയങ്ങൾ തോന്നും. എനിക്ക് അത് ചെയ്യാൻ പറ്റുമോ, ഞാൻ അതിനുള്ളതാണോ എന്ന് തോന്നുമ്പോൾ അവർക്കറിയാം എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അത് ഇടയ്ക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും, അവളെ കൂടെ ഞാൻ ഉണ്ടാവണം എന്ന് തോന്നുന്ന ആ ഒരു ഫീൽ എനിക്ക് എപ്പോഴും എൻ്റെ വീട്ടുകാർ തന്നിരുന്നു. അവരില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇവിടെ ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നു ശരിക്കും. തീർച്ചയായും എന്തായാലും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും അടുത്ത പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടിയാണ് നിങ്ങളിങ്ങനെ വലിയൊരു വിജയം കൈവരിച്ച് ഇവിടെ ഇരിക്കുന്നത്. നിമ്മിയിലേക്ക് കൂടി പോയാൽ നിമ്മിയുടെ അനുഭവം എങ്ങനെയാണ്? മെക്കാനിക്കൽ എഞ്ചിനീയർ കൂടിയാണ്. വീട്ടുകാരുടെ സപ്പോർട്ടായാലും കൂട്ടുകാരുടെ സപ്പോർട്ടായാലും അതൊക്കെ എങ്ങനെയായിരുന്നു നിമ്മിക്ക്? അതെ അതെ, ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് ബൈ പ്രൊഫഷൻ. ആദ്യത്തെ ബ്യൂട്ടി പേജൻ്റ് കൂടിയാണ്. ഇത്രയും വലിയൊരു സ്റ്റേജിലേക്ക്, ഈ ഒരു ഫീൽഡിലേക്ക് തന്നെ വരുന്ന ആദ്യമായിട്ടാണ്. വളരെ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയാണ് ഞാൻ. എല്ലാ ദിവസവും ബസ്സിൽ കയറി ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന അങ്ങനെ ഒരു നോർമൽ ലൈഫായിരുന്നു ഒരാഴ്ച മുന്നേ വരെ എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ മിസ് കേരളയിലേക്ക് വരുന്നത്. ഇതുപോലെ ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് പെൺകുട്ടികളുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുമെന്നതിൻ്റെ ഉദാഹരണം തന്നെയാണ് ഞാൻ. പിന്നെ എൻ്റെ വീട്ടുകാർ, എൻ്റെ ഫാമിലി ആയാലും എപ്പോഴും സപ്പോർട്ടായിട്ട് എനിക്ക് കൂടെ ഉണ്ടായിരുന്നു. എന്തൊക്കെ ആഗ്രഹങ്ങൾ പറഞ്ഞാലും അവരൊരിക്കലും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. നമ്മുടെ ഇഷ്ടങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഉയരവും കൈയടക്കാൻ സാധിക്കുമെന്ന് തന്നെ ഇതിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ എൻ്റെ ഓഫീസിൽ നിന്നായാലും എല്ലാവിധ സപ്പോർട്ടും എനിക്ക് തന്നിട്ടുണ്ട്. ലീവിൻ്റെ കാര്യത്തിലായാലും, ഞാൻ വർക്ക് ചെയ്യുന്നത് FSCറ്റിലാണ്, അപ്പോൾ ലീവിൻ്റെ കാര്യത്തിലായാലും നല്ല സപ്പോർട്ട് തന്നെ അവർ തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അതുപോലെ തന്നെ എഫേർട്ട് ഇട്ടത് കൊണ്ടുമാണ് ഈ വിജയത്തിലേക്ക് എത്താൻ സാധിച്ചത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല എങ്ങനെയൊക്കെ എത്തിയെന്നുള്ളത്. എന്തായാലും അങ്ങനെ വലിയൊരു സപ്പോർട്ടാണ് കുടുംബത്തിന്റെ ആയാലും വർക്കിംഗ് മേലെ കൊളീഗ്സിന്റെ ആയാലും അങ്ങനെ വലിയ സപ്പോർട്ട്, കൂട്ടുകാരുടെ അടക്കം സപ്പോർട്ടോടെ ഇങ്ങനെ വലിയൊരു വിജയത്തിലേക്ക് എത്തുന്നു. ലിസിലേക്ക് കൂടി പോയി നമുക്ക് ഇത് അവസാനിപ്പിക്കേണ്ട സമയമായി. ലിസിനും ഇതുപോലെ കുടുംബത്തിന്റെയും കൂട്ടുകാരുടെയും ഒക്കെ വലിയ സപ്പോർട്ട് ലഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ഈ IT രംഗത്ത് കൂടിയാണല്ലോ ഈ ജോലിക്കിടയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഒപ്പം തന്നെ ഒരു കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് പലരും ഈ മോഡലിംഗ് രംഗത്തേക്കൊക്കെ പലരും വരാൻ മടിക്കുന്ന ഒരു സമയം കൂടിയുണ്ട്. കേരളം ഒത്തിരി മാറി എങ്കിൽ കൂടി പലരും ഇപ്പോഴും അതൊരു മാറ്റി നിർത്തപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനോടുകൂടി ഇങ്ങനെ ഒരു വിജയികളായി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഓഫീസിലെ എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ PGയിൽ ഇവിടെ കൊച്ചിയിൽ നിൽക്കുന്നത്, അപ്പം അവിടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ആതിര ആൻഡ് അപ്സര. അവരായിരുന്നു എൻ്റെ ഓഡിഷന് ഫുൾ എന്നെ ഹെൽപ്പ് ചെയ്തത്. എൻ്റെ വീഡിയോയ്ക്കാണേലും എൻ്റെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും എൻ്റെ മേക്കപ്പ് ആണെങ്കിലും മുഴുവൻ ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. അപ്പം എല്ലാം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി അങ്ങനെ ഞങ്ങൾ ചെയ്തത്. സോ
I owe a big thanks to both of them. They are also the reason why I'm standing here. അവർ കാരണമാണ് ഓഡിഷൻ ത്രൂ കടന്നു വന്ന് ഞാനിപ്പോൾ ഈ നിലയിൽ നിൽക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് മൈ ഫാമിലി വാസ് മൈ ബിഗ്ഗസ്റ്റ് സപ്പോർട്ട്. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ മുതൽ അവരാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എല്ലാ കാര്യങ്ങളിലും, ഫൈനാൻഷ്യലി ആണെങ്കിലും ബാക്കി എല്ലാ രീതിയിലും, മെൻ്റലി ആൻഡ് ഇമോഷണലി എല്ലാ കാര്യങ്ങളിലും ദേ വർ വെരി സപ്പോർട്ടീവ്. ആൻഡ് അവരെപ്പോഴും ആണെങ്കിൽ എന്നോട് ഇങ്ങനെ പറയുന്നത് നിനക്ക് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നും പറഞ്ഞുകൊണ്ടേക്ക് അങ്ങനെ ഭയങ്കര ഒരു നല്ല സപ്പോർട്ടായിരുന്നു. ആൻഡ് മോഡലിങ്ങിൻ്റെ കാര്യം പറയുന്നത് എന്താണെങ്കിലും ഏതൊരു പെൺകുട്ടിക്കും ആദ്യം ഒരു പേടി കാണും. പക്ഷെ അത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് എന്താണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ തീർച്ചയായും ആഗ്രഹമുണ്ടെങ്കിൽ ഈ രംഗത്തേക്ക് കടന്നു വരണമെന്നാണ് ലിസും ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ വളരെയധികം കാര്യങ്ങൾ ഇനിയും സംസാരിക്കാനുണ്ടായിരുന്നു. ഈ സമയപരിമിതി മൂലമാണ് ഞാൻ ഇടപെടുന്നത്. ഇത് വൈൻഡപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് എത്തുകയാണ്. എന്തായാലും ഈ പുതുവത്സര ദിനത്തിൽ പുതുവർഷത്തിൽ നിങ്ങളെ തേടിയത് വലിയ വിജയമാണ്. ആ വിജയം ഈ വർഷത്തിലുടനീളം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഈ പ്രഭാത കേരളത്തിൽ അതിഥിയായതിൽ 3 പേർക്കും വലിയ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രഭാത കേരളം ഇവിടെ അവസാനിക്കാൻ സമയമായിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.